എന്നിട്ട് യഥാർത്ഥ വിശ്വാസത്തിലേക്ക് ജനങ്ങളെ കൊണ്ടുവന്നവരാണ് ഞങ്ങൾ. പക്ഷേ ചിലർക്കത് അസ്വസ്ഥതയായി തോന്നി. ഞാൻ പറയട്ടെ, ഹുസൈൻ സലഫി, മിസ്റ്റർ ഹുസൈൻ സലഫി, നിങ്ങൾ ഈ രണ്ടത്താണിയിൽ ഒന്ന് പ്രസംഗിച്ചത് യഥാർത്ഥ വിശ്വാസത്തിലേക്കാണ് ഞങ്ങൾ ജനങ്ങളെ കൊണ്ടുപോകുന്നത്. അത് ചിലർക്ക് അസ്വസ്ഥതയായി എന്നാണ്. പക്ഷേ ഞങ്ങൾ ഇവിടെ വ്യക്തമാക്കുന്നു, ഈ ജനങ്ങളെ സാക്ഷി നിർത്തിയിട്ട്, ആയിരക്കണക്കിന് ജനങ്ങളെ സാക്ഷി നിർത്തിയിട്ട് ഞങ്ങൾ ഇവിടെ വെച്ച് പറയുകയാണ്, മുജാഹിദെ, യഥാർത്ഥ വിശ്വാസമെന്ന വാക്കുച്ചരിക്കാൻ പോലും ഒരൊറ്റ വഹാബിക്കും ഇവിടെ അവകാശമില്ല. കാരണം എന്തുകൊണ്ട്? ഒന്നാമത്തെ വിശ്വാസം തന്നെ ഒരൊറ്റ മുജാഹിദിനും ശരിയായിട്ടില്ല. ഏതാണ് ഈ ഒന്നാമത്തെ വിശ്വാസം? ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹുവല്ലാതെ ആരാധനക്കർഹനില്ല എന്ന ഒന്നാമത്തെ വിശ്വാസം, അല്ലാഹുവിനെ കുറിച്ചുള്ള വിശ്വാസം ഇല്ല, ഒരൊറ്റ മുജാഹിദിനും ശരിയായിട്ടില്ല എന്ന് ഞങ്ങൾ 1000 തവണ ഇവിടെ വെച്ച് പറയുകയാണ്. പറയുക മാത്രമല്ല, ഇതാ ഞങ്ങളിത് കേൾപ്പിക്കുന്നു. നിങ്ങൾ കൊണ്ടുപോകുന്നത് ഈ അറിവില്ലായ്മയുടെ ഏറ്റവും ഗുണോദാഹരണമായ വഹാബി പ്രസ്ഥാനത്തിലേക്കാണെന്ന് ഞങ്ങൾ വെറുതെ പറയുന്നതല്ല. കേട്ടോ സഹോദരന്മാരെ, ഞാനത് മാത്രം വിശദീകരിക്കാം. ഏത്? മുജാഹിദ് പ്രസ്ഥാനം അല്ലാഹു സുബ്ഹാനഹു വ തആലയെ അറിയാത്തവരാണ്. കേട്ടോളൂ, നിങ്ങൾ ശരിക്ക് കേട്ടോ. അപ്പൊ ഈ നാട്ടിലെ മുഴുവൻ മനുഷ്യരോടും നമുക്ക് പറയാനുള്ള ഒന്നാമത്തെ കാര്യം എന്താ? ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദാണ്. ഇതെന്തുകൊണ്ടാണ് ഇത് പറയുന്നത്? ഇത് ശരിയായിട്ടേ ബാക്കിയൊക്കെ ശരിയായിട്ട് കാര്യമുള്ളൂ. എന്തായാലും പറഞ്ഞു, അത് പറഞ്ഞു ശരിയാട്ടോ. ഇടയ്ക്ക് അയാൾ സത്യവും പറഞ്ഞു. ആ കൂട്ടത്തിൽ അയാൾ പറഞ്ഞതാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ശരിയായിട്ടേ മറ്റതൊക്കെ ശരിയായിട്ട് കാര്യമുള്ളൂ. ഞാൻ പറയുന്നു, എന്നാൽ നിങ്ങൾക്ക് അല്ലാഹുവിനെ തന്നെ മനസ്സിലായിട്ടില്ല. ആരാണ് അല്ലാഹു തആല? ഒരൊറ്റ മുജാഹിദിനും ബോധ്യപ്പെട്ടിട്ടില്ല. അതുകൊണ്ടാണ് രണ്ടത്താണിയിൽ സമ്മേളനം നടത്തുമ്പോഴും അല്ലാഹുവിനെ കുറിച്ച് എന്ത് പറയണമെന്ന് തീരുമാനം മുജാഹിദ് എടുത്തിട്ടില്ല. കൊണ്ടുവരൂ, നമ്മുടെ സ്ക്രീനിലേക്ക് നിങ്ങൾ നോക്കുക. ഞാനത് വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് ഒന്നാമത്തെ വിശ്വാസം മുജാഹിദിന് തെറ്റിപ്പോയി എന്ന് ഇവിടെ തെളിയിക്കുകയാണ്. കണ്ടോ, ഇത് 1952 അൽമനാർ, 1952 അൽമനാർ. ഈ അൽമനാറിൽ മുജാഹിദ് പറഞ്ഞ എന്താണെന്നറിയോ? അള്ളാഹുവിന് കൈയുണ്ടെന്നോ, അള്ളാഹുവിന് അവയവമുണ്ടെന്നോ, അള്ളാഹു തആലാക്ക് ആ രൂപത്തിലുള്ള വല്ലതുമുണ്ടെന്നോ വിശ്വസിച്ചാൽ ആ വിശ്വസിച്ചവൻ കാഫിറാണെന്ന് 1952 അൽമനാറിൽ മുജാഹിദുകൾ രേഖപ്പെടുത്തി. ഇപ്പൊ മുജാഹിദ് പറയുന്നു അള്ളാഹുവിന് കൈയുണ്ട്, അള്ളാഹുവിന് കാലുണ്ട്, കണ്ണുണ്ട്. ഇപ്പൊ ലാസ്റ്റ് പറയുന്നത് അള്ളാഹ്ക്ക് ഊരയും ഉണ്ട് എന്നാണ്. നിങ്ങൾ ചിന്തിക്കണം. അപ്പൊ ഞാൻ ഈ അടുത്ത് സക്കരിയ സലായിയോട് തന്നെ ചോദിച്ചു, നിങ്ങളുടെ പ്രസ്ഥാനം വൈരുദ്ധ്യാധിഷ്ഠിത മതമാണല്ലോ. കാരണം ഒരു സ്ഥലത്ത് നിങ്ങൾ പറയുന്നു അള്ളാഹുവിന് അവയവമുണ്ടെന്ന് പറഞ്ഞാൽ, അള്ളാഹു ഇന്ന സ്ഥലത്താണെന്ന് പറഞ്ഞാൽ ഓൻ കാഫിറാണ്. നിങ്ങൾ തന്നെ വേറെ സ്ഥലത്ത് പറയുന്നു അള്ളാഹ്ക്ക് അവയവം ഉണ്ട്. അപ്പൊ സക്കരിയ സലായി പറഞ്ഞ മറുപടി എന്താണെന്നറിയോ? ശരിക്ക് കേട്ടോ, അയാൾ പറയാണ്, ശരിയാരെ, അല്ലാഹു തആലാക്ക് അവയവമുണ്ടെന്നൊരാൾ പറഞ്ഞാൽ അവൻ കാഫിർ തന്നെയാണ്, ഞങ്ങൾക്കതിൽ തർക്കമില്ല. പക്ഷേ ഞങ്ങൾ അല്ലാഹ്ക്ക് അവയവമുണ്ടെന്ന് പറഞ്ഞിട്ടില്ല, ഞങ്ങൾ അല്ലാഹ്ക്ക് കയ്യും കാലും ഉണ്ട് എന്നേ പറഞ്ഞിട്ടുള്ളൂ, അത് അവയവമല്ല എന്നാണ് മുജാഹിദിന്റെ ഏറ്റവും പുതിയ വാദം. നിങ്ങൾ ചിന്തിക്കണം. അതൊന്ന് കേട്ടോ, ഞാൻ വെറുതെ പറയല്ല. ഒന്നാമത്തെ ഈമാൻ കാര്യത്തിലാണെന്നാണ്. അള്ളാഹുവിനെ മനസ്സിലാക്കുന്നത് പിഴച്ചു. എന്നിട്ടോ അള്ളാഹ്ക്ക് സ്ഥലമുണ്ട്, അള്ളാഹ്ക്ക് ഭാഗമുണ്ട്, അള്ളാഹ്ക്ക് അവയവുണ്ട് എന്നൊക്കെയാണ് ഇപ്പോൾ ഇവർ വിശ്വസിക്കുന്നത്. അതേസമയത്ത് 1952 ഇവർ അൽമനാറിലെ അൽമനാറിന്റെ ഫത്വകളിൽ പറഞ്ഞിട്ടുണ്ട് അള്ളാഹ്ക്ക് ഭാഗമുണ്ടെന്നോ അവയവമുണ്ടെന്നോ വിശ്വസിച്ചാൽ അവൻ മുബ്തദി കാഫിറാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഇപ്പൊ ഇവർ തന്നെ പറയുന്നു അള്ളാഹ്ക്ക് ഭാഗമുണ്ട്. സുഹൃത്തുക്കളെ, 52 പറഞ്ഞതും ഇപ്പൊ 2002 പറഞ്ഞതും ഇപ്പൊ 2010 ഒന്ന് തന്നെയാണ്. ഞങ്ങളിൽ വ്യത്യാസം ഉണ്ടായിട്ടില്ല. അള്ളാഹ്ക്ക് അവയവമുണ്ടെന്നോ ഭാഗമുണ്ടെന്നോ വാദിച്ചവൻ മുബ്തദി കാഫിർ തന്നെയാണ്, സംശയമല്ല. പക്ഷെ ഞങ്ങൾ വാദിക്കുന്നില്ല. അള്ളാഹുവിന്റെ കൈയുണ്ട്, കണ്ണുണ്ട്, കാലുണ്ട് എന്നൊക്കെ ഖുർആനിൽ വന്നത് അതുപോലെ പറയും, അതിന്റെ അർത്ഥവും പറയും. അത് അവയവമല്ല. കാരണം അവയവം ഉണ്ടാകുന്ന ശരീരത്തിലല്ലേ. അള്ളാഹ്ക്ക് ശരീരമുണ്ടോ ഇല്ലോ എന്നൊരു തർക്കം ആദിമകാല മുസ്ലിമീങ്ങൾക്കിടയിൽ ഉണ്ടായിട്ടില്ല. പക്ഷെ അതും വിശ്വസിക്കാൻ മുജാഹിദുകളുണ്ട്. ഏത്? അല്ലാഹു തആലാക്ക് അവയവമുണ്ടെന്ന് പറഞ്ഞാൽ അവൻ കാഫിറാണ്, ഞങ്ങളത് പറഞ്ഞിട്ടില്ല, ഞങ്ങൾ അല്ലാഹ്ക്ക് കയ്യും കാലുണ്ട് എന്ന് പറഞ്ഞിട്ടുള്ളൂ. പക്ഷേ അപ്പുറത്തെ സ്റ്റേജിൽ പോയിട്ട് മുപ്പര് അതും പറഞ്ഞു അല്ലാഹുവിന് അവയവമുണ്ട് എന്നതും ശരിയാണ്. കേട്ടോ,
വെറുതെ പറയല്ല. അള്ളാഹ്ക്ക് അവയവങ്ങളുണ്ടെന്നും അള്ളാഹ്ക്ക് ആകൃതി ഉണ്ടെന്നുമൊക്കെ മുജാഹിദുകൾ വിശ്വസിക്കുന്നുവെന്നാണ് ഈ മുസ്ലിയാക്കന്മാർ പറയുന്നത്. അള്ളാഹ്ക്ക് അവയവങ്ങളുണ്ട് എന്നുള്ളത് ശരിയാണ്, അത് ഖുർആനിൽ വന്നിട്ടുള്ള കാര്യമാണ്. അപ്പൊ എന്തായി? നേരത്തെ നിങ്ങളെന്നല്ലേ പറഞ്ഞ അവയവുണ്ട് എന്ന് പറഞ്ഞാൽ കാഫിറാണ്. അപ്പൊ നിങ്ങൾ തന്നെ അതിലൊക്കെ വിശ്വസിക്കുന്നവർക്കാവും കണ്ടതും കേട്ടതും. അതുകൊണ്ട് ഈ സമ്മേളനത്തിൽ വെച്ച് നിങ്ങൾ ഞങ്ങളെ വിളിച്ച പേരുണ്ടല്ലോ, അത് നിങ്ങൾക്ക് ഞങ്ങൾ തിരിച്ചു നൽകുന്നു. ഞങ്ങൾക്കത് വേണ്ട. വഹാബികൾ അഥവാ യഥാർത്ഥ ഖുറാഫികളാണവര്, ഒരു സംശയം വേണ്ട. ഖുറാഫികൾ ആരാണെന്ന് ചോദിച്ചാൽ അത് കേരളത്തിലെ വഹാബികളാണെന്ന് ഞങ്ങൾ ഒരിക്കൽ കൂടി ഇവിടെ പറയുകയാണ്. കാരണം എന്തുകൊണ്ട്? ഇതൊക്കെ വിശ്വസിക്കുന്ന ഒരു ടീം അള്ളാഹുവിന് കൈയുണ്ടെന്നും അള്ളാഹുവിന് കാലുണ്ടെന്നും അള്ളാഹു തആലാക്ക് അവയവങ്ങളുണ്ടെന്നും എന്തിനു പറഞ്ഞു? പ്രിയപ്പെട്ട സഹോദരന്മാരെ, ക്രിസ്ത്യാനി സഹോദരന്മാർക്ക് ആയുധമുണ്ടാക്കാൻ, മുസ്ലിം സമുദായത്തിനെതിരെ പ്രഭാഷണം നടത്തുന്ന ക്രിസ്തീയ പുരോഹിതന്മാർക്ക് വാചകങ്ങൾ ഉണ്ടാക്കി കൊടുക്കാൻ വഹാബികൾ അതിന്റെ ഏജന്റുമാരാണെന്ന് ഞങ്ങൾ വെറുതെ പറഞ്ഞതല്ല. ഒരൊറ്റ പ്രസംഗം ഞാൻ കേൾപ്പിച്ചു തരാം. അത് ആരാണ് വളരെ ഗൗരവത്തോടെ നിങ്ങൾ ഉൾക്കൊണ്ടോ? മിസ്റ്റർ എം അക്ബർ എന്ന് പറഞ്ഞൊരു മൗലവി ഉണ്ടല്ലോ, മുജാഹിദിന്റെ കൂട്ടത്തിലെ വലിയ മൗലവിയാണ്. ക്രിസ്ത്യാനികളോടൊക്കെ സംവാദം നടത്തി ഇസ്ലാമിനെ വഷളാക്കുന്ന ഒരു മൗലവി. ആ മൗലവിയുടെ പ്രസംഗത്തിൽ നിന്ന് ഇസ്ലാമിനെ തെറ്റിദ്ധരിച്ച ഒരു പുരോഹിതൻ അയാൾ പ്രസംഗിക്കുന്നത് നിങ്ങളൊന്ന് നോക്ക്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, അള്ളാഹുവിനെ കുറിച്ച് വിശുദ്ധ ഖുർആനില് പല അഭിപ്രായങ്ങളാണ്, ബൈബിളിന് ഒരഭിപ്രായമേ ഉള്ളൂ എന്ന് പറഞ്ഞ് വിശുദ്ധ ഇസ്ലാമിന്റെ ഏറ്റവും വലിയ സന്ദേശം പറയുന്ന ഖുർആനിനെ പോലും ഈ വഹാബികൾ വളരെ വളരെ നിസ്സാരമാക്കാനാണ് അവരുടെ ഖുർആൻ ക്ലാസുകളും അവരുടെ സ്നേഹ സംവാദങ്ങളും ഒക്കെ എന്ന് നിങ്ങൾ മനസ്സിലാക്കണം കേട്ടോ. ഒരു ക്രിസ്തീയ പുരോഹിതന്റെ പ്രഭാഷണത്തിൽ നിന്നൊരല്പസമയം നിങ്ങൾ കേൾക്കണം. വഹാബികൾ ബ്രിട്ടീഷുകാരന്റെ ആ ആചാരം വാങ്ങി പ്രവർത്തിക്കുന്നു എന്നതിന്റെ തെളിവ് കൂടിയാണ് നമ്മൾ പറയുന്നത്. എന്ന് കേട്ടോളൂ നിങ്ങൾ. എന്നാൽ ഖുർആന്റെ ഉപദേശം എന്താണ്? ഖുർആന്റെ ഉപദേശത്തിലേക്ക് വരുമ്പോൾ അവിടെ ആകെ ഒരു സംശയമാണ്. ജനാബ് അക്ബർ മൗലവി ഒരു കാലത്ത് പഠിപ്പിച്ചുകൊണ്ടിരുന്നു, അള്ളയ്ക്ക് ജഡമുണ്ടെന്ന് പറയുന്നവൻ അവൻ അവിശ്വാസിയാണ്, അവൻ കാഫറാണ്, അത് ജാതികീയ ചിന്തയാണ് എന്ന് ജനാബ് അക്ബർ മൗലവി ഈ കേരളത്തിൽ ഒരു കാലത്ത് പഠിപ്പിച്ചിരുന്നുവെങ്കിൽ അതേ ജനാബ് അക്ബർ മൗലവി തന്നെ ഇന്ന് പറയുന്നത് അള്ളയ്ക്ക് കൈയുണ്ട്, കാലുണ്ട്, ശരീരമുണ്ട്, ശിരസ്സുണ്ട്, സിംഹാസനമുണ്ട്. എന്താണ് കാരണം? അന്ന് ജനാബ് അക്ബർ മൗലവി പറഞ്ഞത് ഖുർആന്റെ അടിസ്ഥാനത്തിലാണ്. ഇന്ന് ജനാബ് അക്ബർ മൗലവി പറയുന്നതും ഖുർആന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ്. സുരാകാലികൾ 6 സുരാകാലികൾ നിങ്ങൾ പേടിക്കണ്ട കേട്ടോ. അതൊക്കെ ഈ മുജാഹിദ് ഉണ്ടാക്കി തീർത്ത ഓരോ പുകിലുകളാണ്. കാരണം എന്താ? ഇവര് പരിഭാഷ എഴുതും. പരിഭാഷ പണ്ടേ നമ്മൾ ആ രൂപത്തിലാണ് കണ്ടത്. പരിഭാഷ എഴുതുമ്പോ സൂറത്തുൽ ബഖറ മൗലവി എങ്ങനെ അർത്ഥം കൊടുക്കുക? പശു. പിന്നെ അപ്പുറത്ത് സൂറത്തുൽ അന്നാം, അപ്പൊ കാലികൾ. ഇതെന്താണ് കാലികൾ? എന്താണ്? ഇതൊന്നും പറയൂല. അപ്പൊ ഇവൻ ഖുർആന്റെ പരിഭാഷ എടുത്ത് മറിച്ചു നോക്കുമ്പോണ്ട് കാലികൾ, പശു, പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോ തേനീച്ച, ഇതെല്ലാം കൂടി നോക്കിയിട്ട് ഇയാൾ ഖുർആൻ നോക്കിയതാണ്. അപ്പൊ അയാള് അവരുടെ പരിഭാഷയിൽ നിന്ന് വായിക്കുകയാണ്. അതിന്റെയും ഉത്തരവാദികൾ മുജാഹിദ് തന്നെയാണ്. അറിവില്ലായ്മയുടെ സൃഷ്ടിയാണ് വഹാബിസം എന്ന് വെറുതെ പറയുന്നതിലെ ബാക്കി കൂടി കേട്ടോ. സുരാകാലികൾ 6:102 മുതൽ 103 വരെയുള്ള വാക്യങ്ങളിലും സുരാ കൂടിയാലോചന 42 51 വാക്യത്തിലും അള്ളാഹു അദൃശ്യനാണ് എന്നുള്ളൊരു ധ്വനി നമുക്ക് കിട്ടുന്നുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ജനാബ് അക്ബർ മൗലവി പണ്ടൊരിക്കൽ പറഞ്ഞത് അള്ളയ്ക്ക് ദൃശ്യമായൊരു രൂപമില്ല. എന്നാൽ സുരാ 10:3 വാക്യത്തിൽ അള്ളാഹു സിംഹാസനത്തിൽ ഇരിക്കുന്നു. സുര 55 26 മുതൽ 27 വരെയുള്ള വാക്യത്തിൽ അള്ളാഹുവിനൊരു മുഖമുണ്ട്. സുര 48 10 അള്ളയ്ക്ക് കൈയുണ്ട്. സുര 20 36 മുതൽ 39 വരെയുള്ള വാക്യങ്ങളിൽ അള്ളാഹുവിന് കണ്ണുകളുണ്ട്. ഒരു കാലത്ത് ജനാബ് അക്ബർ മൗലവി ഇതൊക്കെ ആലങ്കാരികമാണ് എന്ന് പറഞ്ഞിരുന്നുവെങ്കിൽ ഇന്ന് അതേ ജനാബ് അക്ബർ മൗലവി പറയുന്നത് ആലങ്കാരികമായി നമുക്ക് വ്യാഖ്യാനിക്കുവാൻ കഴിയില്ല, ഇത് അക്ഷരാർത്ഥത്തിൽ തന്നെ വിശ്വസിക്കണമെന്നാണ്. ജനാബ് അക്ബർ മൗലയ്ക്ക് അള്ളാഹുവിന് ദൃശ്യമായ ഒരു രൂപമുണ്ടോ ഇല്ലയോ എന്ന് ചോദിച്ചാൽ 2 കാലഘട്ടത്തിൽ അദ്ദേഹത്തിന് 2 ഉത്തരമാണ്, ബൈബിളിന് ഒരു ഉത്തരമേ ഉള്ളൂ. എന്നാൽ പ്രിയ സ്നേഹിതരെ, ജനാബ് അക്ബർ മൗലവിയുടെ ഇന്നത്തെ വ്യാഖ്യാന ശാസ്ത്രം എടുക്കുകയാണെങ്കിൽ
ജനാബ് അക്ബർ മൗലവി പറയുന്നത് ഇതെല്ലാം നാം അക്ഷരാർത്ഥത്തിൽ തന്നെ ഖുർആനിൽ നിന്ന് വായിക്കണമെന്നാണ്. കഷ്ടമെന്ന് പറയട്ടെ, ജനാബ് അക്ബർ മൗലവിയുടെ വ്യാഖ്യാനശാസ്ത്രം നാം അതേപോലെ എടുക്കുകയാണെങ്കിൽ സൂറ 28-88 പറയുന്നത് അല്ലാഹുവിന്റെ മുഖമൊഴികെ സകലവും നശിച്ചു പോകും. അള്ളയുടെ കൈകാലുകൾ നഷ്ടപ്പെട്ട്, അള്ളയുടെ ദേഹം ശിരസിൽ നിന്ന് വിച്ഛേദിക്കപ്പെട്ട്, മുഖം മാത്രമായി ജനാബ് അക്ബർ മൗലവി പറയുന്ന എല്ലാം നമ്മൾ അങ്ങ് അക്ഷരാർത്ഥത്തിൽ വ്യാഖ്യാനിക്കണമെന്നാണ്. അതുകൊണ്ട് അക്ഷരാർത്ഥത്തിൽ വ്യാഖ്യാനിക്കുന്നു എന്നേ ഉള്ളൂ. ജനാബ് അക്ബർ മൗലവിയുടെ അതേ വ്യാഖ്യാന ശാസ്ത്രം എടുക്കുകയാണെങ്കിൽ ഏറ്റവും അവസാനം അള്ളാഹു ശിരസിൽ നിന്ന് ഉടൽ വിച്ഛേദിക്കപ്പെട്ട് കൈകാലുകൾ നഷ്ടപ്പെട്ടവനായി മുഖം മാത്രമായി ശേഷിക്കുന്ന ഏതോ ഒരു ആത്മാവാണ്. ഇത് നമ്മുടെ ദൈവം അല്ലേ? അല്ല. സുബ്ഹാന ജല്ല ജലാലുഹു. ഞങ്ങൾ വെറുതെ പറഞ്ഞതാണോ ഇത്? ക്രിസ്തീയ പുരോഹിതന്മാർക്ക് ഈ സമുദായത്തെ തെറ്റിദ്ധരിപ്പിക്കാനുള്ള ഏണി വെച്ചു കൊടുത്തതാരാ? ഞങ്ങൾ ഇവിടുത്തെ എല്ലാ സഹോദര മതങ്ങളോടും പറയുന്നു, ഒരു കാരണവശാലും അള്ളാഹുവിനെ കുറിച്ചോ ഇസ്ലാമിനെ കുറിച്ചോ വഹാബികളിൽ നിന്ന് നിങ്ങൾ മനസ്സിലാക്കരുത്. ഇത് ഇസ്ലാമല്ല. വഹാബിസം പഠിപ്പിക്കുന്നത് യഥാർത്ഥ അള്ളാഹുവിനെയല്ല. ഞങ്ങളത് പഠിപ്പിച്ചിട്ടുണ്ട്. കുല്ലബിയെ തങ്ങൾ പറയുക ഹുവല്ലാഹു അഹദ്, അള്ളാഹു ഒരുവനാണ് എന്ന് പറഞ്ഞാൽ അള്ളാഹു സ്വമദ്, അള്ളാഹു തആല നിരാശ്രയനാണ്. അള്ളാഹു തആലാക്ക് കാണാൻ കണ്ണ് എന്ന അവയവത്തിന്റെ സഹായം വേണ്ട. അല്ലാഹുവിന് ഈ ഭൂമിലോകത്ത് എന്തു ചെയ്യാനും ഒരൊറ്റ അവയവത്തിന്റെയും ആവശ്യം വേണ്ട. അല്ലാഹുവിന് നിൽക്കാൻ ഒരു സ്ഥലത്തിന്റെ ആവശ്യം വേണ്ട. അല്ലാഹു തആല ഞങ്ങളുടെ മദ്രസയിൽ പോലും കൃത്യമായി ഞങ്ങളത് പഠിപ്പിക്കുന്നു. അല്ലാഹു മൗജൂദുൻ ഖദീമുൻ ബാഖി മുഖാലിഫുൻ ലിൽ ഖൽഖി ബിൽ തുലാഖി. അല്ലാഹു തആല പണ്ടേ ഉള്ളവനാണ്, അവൻ എന്നെന്നുമുള്ളവനാണ്. സൃഷ്ടികളോട് സർവ്വരൂപത്തിലും വ്യത്യസ്തനാണവൻ. ഈ സുന്ദരമായ ആശയം വിട്ടിട്ട് ക്രിസ്ത്യാനികൾക്കും ജൂതന്മാർക്കും ഏണി വെച്ചു കൊടുക്കുന്ന നിങ്ങളുടെ വഹാബിസമില്ലേ, ഞങ്ങൾക്ക് വേണ്ട, ഈ സമുദായത്തിന് വേണ്ട. ഞങ്ങളതിനെ വലിച്ചെറിയുകയാണ്. സമുദായമേ ജാഗ്രത പാലിക്കുക. ഇത് ഗൗരവത്തോടെ കാണേണ്ട വിഷയമാണ്. ഇനി ഹുസൈൻ സലഫിന്റെ അടുത്ത പ്രഭാഷണത്തിലേക്ക് വരും. എന്താ പറയുന്നതെന്നറിയൂ? ഒരുപാട് ആളുകൾ നന്നായി പോലും, അതായത് സംസ്കാരവും ചാരിത്രശുദ്ധിയുമുള്ള ഒരുപാട് ആളുകളെ മുജാഹിദ് സമ്മേളനം കൊണ്ട് ഉണ്ടാക്കിയെടുത്തു എന്നാ പറയുന്നത്. എന്നിട്ട് ഹുസൈൻ സലീഫ് ഒരു അനുഭവം പറയുന്നു. ഇവിടെ നടന്ന പ്രസംഗം എന്താ പറയുന്നത്? ഒരു +2 പഠിക്കുന്ന വിദ്യാർത്ഥി 3 ദിവസം സമ്മേളനത്തിന് വന്ന് നന്നായിതാ. അതെങ്ങനെ? മൗലവിയോട് ഒന്ന് പറഞ്ഞു പോലും, ഞങ്ങൾ സ്കൂളിൽ നിന്നൊരു ടൂറ് പോകാൻ വിചാരിച്ചതായി. അപ്പൊ അതിൽ ഈ പ്രായപൂർത്തിയായ പെൺകുട്ടികളൊക്കെ ഉണ്ട്. അപ്പൊ ഏതായാലും അത് വളരെ മോശമാണെന്നും അതിന് പോകേണ്ട ആവശ്യമില്ല എന്നും എനിക്ക് മനസ്സിലായി. അങ്ങനെ ഞാൻ നന്നാവാണെന്നും ഹുസൈൻ സലഫിനോടൊന്ന് പറഞ്ഞു പോയി. അപ്പൊ ഞാൻ മനസ്സിലാക്കി എന്താണെന്നറിയും, തൽക്കാലം ഞാൻ അങ്ങനെ ഒരു ടൂറിനാ വിചാരിച്ചിരുന്നു. പക്ഷെ ഇവിടെ വന്ന് നോക്കുമ്പോൾ മനസ്സിലായി ഇനി ടൂറിന് പോകേണ്ട ആവശ്യമില്ല. കാരണം അതിനേക്കാൾ വലിയ എല്ലാ സൗകര്യങ്ങളും ഇവിടെ ഉണ്ട് എന്ന് മനസ്സിലായി. അങ്ങനെ ആ കുട്ടിയടക്കം തെറ്റിപ്പോയി എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. അല്ലെങ്കിൽ നോക്കൂ നിങ്ങൾ, ഈ മൗലവി പ്രസംഗിക്കാണ് ഇപ്പോ ഈ ലോകത്ത് മുഴുവൻ അരാജകത്വമാണ്, സ്ത്രീകൾക്കൊക്കെ യാതൊരുവിധ ലൈസൻസ് ഇല്ലാതെ പുറത്തിറങ്ങാണ്. ഇവരെന്നെ അതേ സമ്മേളനത്തിൽ തന്നെ എല്ലാവിധ ലൈസൻസും എടുത്തു കളഞ്ഞ് എല്ലാ സ്ഥലത്തും പെണ്ണുങ്ങൾ. അത് പറയാൻ നിങ്ങൾക്ക് എന്ത് അധികാരം? ഞാൻ അല്പം കൽപ്പിച്ചു തരാം. മുസ്ലിം സമുദായത്തോട് ഇയാൾ പറയാണ്, ഞങ്ങളെ സമ്മേളനം കൊണ്ട് ഒരുപാട് ആളുകൾ സംസ്കാരമുള്ള ആളുകളായി. കേട്ടോളൂ. മൊബൈലുകളിലൂടെ, നെറ്റ് കണക്ഷനുകളിലൂടെ വഴിവിട്ട ബന്ധങ്ങളതാ, വഴിവിട്ട രൂപത്തിലുള്ള ബന്ധങ്ങളതാ. അവസാനത്തെ സത്തരബന്ധങ്ങൾ എത്തുമ്പോഴാണ് കുടുംബങ്ങളിൽ പോലും വിവരമറിയുന്നത്. താടിപ്പോകലുകൾ, അതുപോലെ തന്നെ അവിഹിതമായ ഗർഭങ്ങൾ, അവിഹിതമായ ബന്ധങ്ങൾ, കൂട്ടിക്കൊടുക്കലുകൾ, എല്ലാ രൂപത്തിലുള്ള സംവിധാനങ്ങൾ. നന്നായി പറയുന്നത്. ചാടിപ്പോകലുകൾ, അവിഹിതമായ മാർഗങ്ങളിലുള്ള ഇടപെടലുകൾ എല്ലാം ആരാ ചാൻസ് ഉണ്ടാക്കി കൊടുക്കുന്നത്? എന്നിട്ട് അതേ പ്രസംഗം അതേ സമ്മേളനത്തിൽ. ഇതാണ് വിരോധാഭാസം. ബാക്കി അവയോടൊക്കെ വിധ പറയാൻ ക്യാമ്പസുകളിലുള്ള നിങ്ങളുടെ പ്രവർത്തനങ്ങൾ കൊണ്ട് സാധിച്ചിട്ടുണ്ട്. ഇന്നലെ ഒരു +2 വിദ്യാർത്ഥി ഇവിടെ വന്നു. ആ +2 വിദ്യാർത്ഥി ഇവിടെയുള്ള പ്രസംഗങ്ങൾ ശ്രമിച്ചു കഴിഞ്ഞപ്പോൾ ബന്ധപ്പെട്ട സംഘടനയുടെ പ്രവർത്തകന്മാരെ വിളിച്ചുകൊണ്ട് ആ കുട്ടി പറഞ്ഞ കാര്യം എന്താണെന്ന് നിങ്ങൾക്ക് കേൾക്കണോ? ഇതാ ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞാൽ ഞങ്ങളുടെ സ്കൂളിൽ നിന്ന് ഒരു സ്റ്റഡി ടൂറിന് ഞങ്ങൾ പുറപ്പെടുകയാണ്. ആ സ്റ്റഡി ടൂറിൽ ഞങ്ങൾ
സർക്കാരുടെ പുറപ്പാടിന് എല്ലാ രൂപത്തിലുള്ള ക്രമീകരണങ്ങളും പൂർത്തിയായി കഴിഞ്ഞു. അപ്പൊ എന്തായി കേട്ടോ? എന്താ പറഞ്ഞത്? +2 വിദ്യാർത്ഥി പറഞ്ഞു ടൂറ് പോകാൻ ഒരുങ്ങിയതായിരുന്നു, ഇവിടെ വന്നപ്പോഴാണ് നന്നായത്. നല്ല നന്നാവനാണ്. ആ ടൂർ ഒഴിവാക്കിയിട്ട് ഇവിടെ വന്നാൽ മുജാഹിദ് സമ്മേളനല്ലേ, പിന്നെ പോകണോ വല്ല ടൂറിനും? നിങ്ങൾ ചിന്തിക്കണം. നമ്മൾ അവലോകനം ചെയ്യുമ്പോ നിങ്ങൾ ശരിക്ക് ശ്രദ്ധിച്ചോ. ആണും പെണ്ണും കൂടിയിരുന്നിട്ട് മുസ്ലിം സമുദായത്തെ നശിപ്പിക്കാൻ വേണ്ടി ഇവർ ഒരുക്കിക്കൊടുത്ത ഓരോ രംഗങ്ങൾ കണ്ടോളൂ. മുജാഹിദ് സമ്മേളനങ്ങൾ എന്തിന് ഇത്തരം ഈ കാര്യങ്ങൾ മുജാഹിദ് സമ്മേളനത്തിൽ തന്നെ കിട്ടുമ്പോ പിന്നെ എന്തിന് ടൂറിന് പോകണമെന്ന് ഈ കുട്ടിക്കും തോന്നിയിട്ടുണ്ടാകും. ഒന്ന് കാണിച്ചു കൊടുക്കുക. ഏതാനും ചില ഫോട്ടോസുകൾ ഞാൻ നിങ്ങളെ കാണിക്കുന്നു. മുജാഹിദിന്റെ പല സമ്മേളനങ്ങളിൽ നിന്നായി നമുക്കത് കാണാൻ കഴിയും. പ്രിയപ്പെട്ട സഹോദരന്മാരെ, മുജാഹിദ് സമ്മേളനങ്ങൾ ഞങ്ങൾ വെറുതെ പറയുന്നതല്ല. ആവക്ക് കണ്ടോ നിങ്ങൾ? ഇത് മുജാഹിദ് സമ്മേളനം. അതിന്റെ സ്ത്രീകൾ മാത്രം ഇരിക്കാണ്, അതിന്റെ ഇടയിൽ മാത്രം ഒരാണ്. കണ്ടല്ലോ നിങ്ങൾ? അത് മുജാഹിദിന്റെ വലിയ നേതാവ് തന്നെ അതിന്റെ ഇടയിൽ പോയിരിക്കും. അപ്പൊ ചോദിച്ചപ്പോ പറഞ്ഞത് അയാൾ ഫോട്ടോഗ്രാഫറാണ്. ഫോട്ടോഗ്രാഫർക്ക് എല്ലാരും കാണാമെന്ന് അപ്പൊ മുജാഹിദിന്റെ അഭിപ്രായം. നിങ്ങൾ ചിന്തിക്കണം. ഇനി വേറൊന്നെടുക്ക്. നിസ്കാരാണ് മുജാഹിദിന്റെ നിസ്കാരം. കണ്ടത് ശരിക്കും ശ്രദ്ധിച്ചോ. മുജാഹിദ് സമ്മേളനത്തിന് ഒരു അറബിനെ പിടിച്ചുകൊണ്ടുവന്നു. അറബിനെ പിടിച്ചുകൊണ്ടുവന്നപ്പോ അയാള് ഇമാമ് നിന്നത്, അയാൾ കെട്ടുനോക്കി നിങ്ങൾ കൈ വളരെ കറക്റ്റാ, നെഞ്ചിന്റെയും പൊക്കിളിന്റെയും ഇടയിൽ. മൗലവിമാര് ബാക്കിലോ ഓരോന്നിതാ അപായം തുടരരുത് എന്ന്. ചിലതൊക്കെ എന്നെ പേടിച്ചിന് അറബിയറ്റ് തിരിഞ്ഞു നോക്കുമെന്ന് കരുതിയിട്ട് കുറച്ചതായിട്ട് അല്ലേ. ഇവന്റെ നിസ്കാരമാണത്. അറബി കറക്റ്റ്, ബാക്കിയൊന്നും കണ്ടല്ലോ നിങ്ങള്. അപ്പോ ഇങ്ങനെ തുടങ്ങിയിട്ട് ഓരോ അവസരങ്ങൾ ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കുകയാണ്. എന്ന് മാത്രമല്ല, ഈ കെ.വി. അബ്ദുൽ ലത്തീഫ് മൗലവി, ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞല്ലോ, അയാള് ഈ സ്ത്രീകളെ മൊത്തവും പിന്നിലിരുത്തിയിട്ട് അയാൾ സ്ത്രീകളോട് പറയുന്ന വാക്കും കൂടി കേട്ടോ. ഒരു പൂച്ച റോഡ് ക്രോസ് ചെയ്താൽ കറുത്ത പൂച്ചയാണ്, അങ്ങനെയാണ് നിങ്ങൾ കറുത്ത പർദ്ദയുള്ളോ കേട്ടോ. ക്രോസ് ചെയ്താൽ അടങ്ങറാവും, നിങ്ങളെ കണ്ടാലും അടങ്ങറാവും അല്ലേ. നിങ്ങളെ കണ്ടാൽ അടങ്ങറാവും, അത് വേറെ വിഷയം, അതടക്കട്ടെ. അപ്പോ ഏതായിരുന്നാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടില്ല, സഹാബത്ത് പഠിപ്പിച്ചിട്ടില്ല. ഇമാം മാലിക് റഹ്മഹുല്ല പറയാണ്, ഇയാള് കാട്ടിന് എല്ലാരും പഠിപ്പിച്ചതല്ലേ. ഇയാള് അതിന്റെ ആ സദസ്സൂടി കാണിച്ചു അപ്പുറത്ത് ആരോടാതെ പറയുന്നത്? ഒന്നാന്തരം സ്ത്രീകളെ മുന്നിലിരുത്തിയിട്ട് പറയാണ് നിങ്ങളെ കണ്ടാൽ അടങ്ങാറാവും. അതിന്റെ മുന്നിലും പെണ്ണിലും എല്ലായിടത്തും പെണ്ണ വനിതാ സമ്മേളന. ഇത് മൗലവി എന്നെ പെണ്ണുങ്ങളോട് പറയും നിങ്ങളെ കണ്ടിട്ട് അടങ്ങാറാകുന്നുണ്ട്. ഇതേത് മതം? ആര് പഠിപ്പിച്ചു? ഒരാൾ എന്റെ നാട്ടിൽ വന്നിട്ട് പറഞ്ഞു മുജാഹിദ് സമ്മേളനത്തിന് ആളുണ്ട്. ആളെങ്ങനെ ഇല്ലാതിരിക്കുക? ആളില്ലാതിരിക്കോ? മുജാഹിദിന്റെ സർവ്വ ആളുകളുമുണ്ട്. ബാലുശ്ശേരി നേരത്തെ വന്നു പോലും സമ്മേളനം. അതിനാ മൂപ്പർക്ക് പണ്ടന്നെ ഒരു പണിയുണ്ട്. എന്താണെന്നറിയും? മൂപ്പര് പെണ്ണ് കാണാൻ പോവല് ബസ്സിലാണ്. സാധാരണ ബസ്സിലാണ് ഈ പെണ്ണ് കാണാൻ പോവല്. ആ മൂപ്പർക്ക് ഈ ബസ്സിൽ പോകുന്നതിനേക്കാൾ സുഖം മുജാഹിദ് സമ്മേളനത്തിന് വരലാണ്. ഇതാണ്. അങ്ങനെ വരും പെണ്ണ് കാണാൻ വേണ്ടി വന്നവരുണ്ട്. ചിന്തിക്കണം. ഇതൊക്കെ ഇവർ ചെയ്യുന്ന പണിയാണ്. ബാലുശ്ശേരിയുടെ പെണ്ണ് കാണൽ കേട്ടോ. പെണ്ണ് കാണാൻ പോണ്ടേ? ആ പോണം. നമ്മുടെ തലശ്ശേരി ഉസമട്ടമ്മിൽ ഒരു പെൺകുട്ടിയുണ്ട്. നാളെ മോള ഡിഗ്രിക്കാ പഠിക്കണേ. ശരി, എന്നാ പൊന്ന് പോവുക? ഞായറാഴ്ച പോവാം. ശരി, നീ കൂടെ വരുമോ? ആ ഞാൻ കൂടെ വരാം. അങ്ങനെ പോയി അവിടെ ചെന്ന് ആദ്യം തന്നെ ഒരു ചമ്മലൊക്കെ ഉണ്ടാവുമല്ലോ, കാണാൻ പോവുകയാണല്ലോ. അപ്പൊ അവിടെ ഇരിക്കും കൊലായില്. അപ്പൊ മോളെ അണിയിച്ചൊരുക്കിയൊക്കെ ഒരു റൂമില് കണ്ടോളി വാങ്ങിച്ചല്ലോ. എന്താ പേര്? ആമിന. എത്രയാ പഠിക്കുന്നത്? ഡിഗ്രിക്ക്. നേവട്ടെ എത്ര? 1/2 മിനിറ്റ്. ആ മൂപ്പർക്ക് 1/2 മിനിറ്റ് പോരാന്നാ പറയുന്നത്. ഇനി പുതിയ രൂപം മൂപ്പരുണ്ടാക്കും. അടി കിട്ടണ കേസാണ്. ശരി കേട്ടോ. ഒരു സ്ഥലത്തൊരു പെണ്ണുണ്ട്. ഞാൻ ഇനി പറയുന്നത് ശ്രദ്ധിക്കണം. ആ പെൺകുട്ടി ഇന്നേരത്താണ് പഠിക്കുന്നത്, നിന്ന സ്ഥലത്താണ്. എന്തു വേണമെന്നറിയോ? യുവാക്കളോടാട്ടോ, വിവാഹിതരാകാത്ത യുവാക്കളോട് നിങ്ങൾ എനിക്ക് വലിയ പ്രതീക്ഷ ഉണ്ട്, അതുകൊണ്ടാ പറയുന്നത്. നല്ല പ്രതീക്ഷ. പെണ്ണുണ്ടെന്ന് കേട്ടാ പോയി കാണരുത്, ഒരിക്കലും പോയി കാണരുത്. പിന്നെന്ത് ചെയ്യണം? ആ പെണ്ണ് ഏത് കോളേജിലാ പഠിക്കുന്നത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. കോളേജ് പഠിക്കുന്ന ആണെങ്കിൽ ആ കുട്ടി ഏത് ബസ്സിലാണ് യാത്ര ചെയ്യുന്നത് നിങ്ങൾ മനസ്സിലാക്കുക. അവള് കയറുന്ന ബസ് സ്റ്റോപ്പിൽ നിന്ന് ആ ബസ്സിൽ നിങ്ങൾ അവളെ ഫോളോ ചെയ്ത് കയറുക. അടി പിന്നാലെ വരും. അത് മൗലവിക്കറിയാ.
അതാ ബസ്സിൽ കയറിയാ മതിയോ? പോരാ, അടുത്ത് പോയി നിൽക്കണം. എന്തൊക്കെ പണി വേണമെന്നാ കേട്ടോ. പക്ഷെ ഈ ചങ്ങാതിമാര് വെറുതെയാണോ? അവളുടെ ബസ്സിലെ നിപ്പ്, ബസ്സിലെ ഇരുത്തം, ബസ്സിലെ പെരുമാറ്റം, ബസ്സിലെ അവളുടെ ബിഹേവിയർ, അവളുടെ മറ്റ് അംബീഷൻസുകൾ, അഭിലാഷങ്ങൾ, അവൾ ചെയ്യുന്ന പ്രവൃത്തികൾ, കാര്യങ്ങൾ നിങ്ങൾ കാണുക. അതൊക്കെ കാണുമ്പോഴാണ് എത്രത്തോളം മനസ്സിലെ ആഗ്രഹം അടക്കവും കാണണമെന്നാണ്. നോക്ക് നിങ്ങള്. അപ്പൊ എല്ലാ ബസ്സിലും, ചില ബസ്സിലൊക്കെ തിരക്കുണ്ടെങ്കിൽ നോക്കിക്കൊണ്ട് മുജാഹിദ് പെണ്ണ് കാണാൻ വന്നിട്ടുണ്ടാവും. തീർച്ചയാണ്. നിങ്ങൾ പറഞ്ഞിട്ടല്ലേ, ഞങ്ങൾ വെറുതെ നിങ്ങളെ അഭിപ്രായം പറഞ്ഞതാണോ? ഇതെല്ലാം പറഞ്ഞിട്ട് ബാലുശ്ശേരി പറയുന്നുണ്ട് ഞങ്ങൾ നിങ്ങൾക്ക് ഗിഫ്റ്റാണ്, നല്ല ഗിഫ്റ്റാ, ഒന്ന് കേൾപ്പിച്ചു കൊടുക്ക്. എന്തും പറയാനാണ് ഈ ചങ്ങാതിമാര്. ഇത് പ്രസ്ഥാനം നിങ്ങൾക്ക് ഗിഫ്റ്റ് ഓഫ് ഗോഡ്. അള്ളാന്റെ സമ്മാനമാണ് KNM, പടച്ചോന്റെ സമ്മാനമാണ് ISM, പടച്ചോന്റെ സമ്മാനമാണ് MSM, പടച്ചോന്റെ സമ്മാനമാണ് നിങ്ങൾക്ക്. ഞങ്ങൾ നിങ്ങളോട് പൈസ പിരിച്ചോ? ഉണ്ടോ? ഞങ്ങൾ നിങ്ങളോട് പൈസ പിരിച്ചോ? ഞങ്ങൾ നിങ്ങളോട് ഫണ്ട് വാങ്ങി ഉണ്ടോ? വെറുതെ ഉണ്ടായോ? പാട്ടപ്പിരിവ് നടത്തിയോ? ഉണ്ടോ? മയ്യത്തുക്കരിച്ചിട്ട് പൈസ വാങ്ങിയോ? കല്യാണത്തിന് അൽഫാത്തി ഓതിട്ട് പൈസ വാങ്ങിയോ? ഗൾഫിലേക്ക് വിസ എടുത്ത് പോകുമ്പോ അൽഫാത്തി ഓതി പൈസ വാങ്ങിയോ? പിരിവ് ഞങ്ങൾ നിങ്ങളോട് പൈസ വാങ്ങിയോ? അതേ സമ്മേളനത്തിൽ മൂപ്പര് പറയുന്നുണ്ട് എന്നറിയോ, ഈ കീശയിൽ കൈയിട്ടിട്ട് എന്ത് ചെയ്യണ്ട, അള്ള നോട്ടങ്ങൾ അതിലിട്ടോളി, ബക്കറ്റ് വരുന്നുണ്ട്. അതേ പ്രഭാഷണത്തിൽ നിങ്ങൾ ചിന്തിക്കണം. ഇതൊക്കെ മുജാഹിദുകളെ ആധുനിക കാലമാണ്. നിങ്ങൾ അള്ള തന്ന സമ്മാനം, നല്ല സമ്മാനങ്ങൾ, ഈ രൂപത്തിലുള്ള സമ്മാനം. മുജാഹിദ് പ്രസ്ഥാനം ഇടയ്ക്ക് അതും കൂടി നിങ്ങൾ കേൾക്കണം. ഇത് അതിന്റെ ഇടയ്ക്ക് പറഞ്ഞു പോയല്ലോ. നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കണം. നിങ്ങളെല്ലാവരും ശ്രദ്ധിച്ചു കേൾക്കണം. ഏകാഗ്രത ഒരിക്കലും നഷ്ടപ്പെട്ടു പോകരുത്. ബക്കറ്റ് നിങ്ങളെടുത്തൂടെ കൊണ്ടുവരും. കിശ കയ്യേണ്ട ആവശ്യമുള്ളൂ, ശ്രദ്ധ ഇവിടെ മതി. കിശ കൈയിട്ട് 1000 റുപ്യ ആയിക്കോട്ടെ, കുഴപ്പമില്ല. നോക്കി 10 ആക്കണ്ട. 1000ന്റെ നോട്ടായിക്കോട്ടെ, 500ന്റെ നോട്ടായിക്കോട്ടെ. ഇവിടുന്ന് അങ്ങോട്ട് ഇറങ്ങിയിട്ട് മാർക്കറ്റിൽ ഇറങ്ങിയ മോനെ മാങ്ങ എന്താ വില? 80 റുപ്യ. 2 കിലോ പോരട്ടെ, ഒരു പ്രശ്നമില്ല. മോനെ പള്ളിക്ക് ഫണ്ട് 10 റുപ്യ മുറിച്ച് 5 2 അപ്പൊ പിരിവുങ്ങളും നടത്താറുണ്ട് അല്ലേ? പിരിവുങ്ങളും നടത്താറുണ്ട്. അവ സഹോദരന്മാരെ എല്ലാം പണിയതാണ്. പിന്നെ നമ്മളെ സലഫി കാര്യമായി പ്രസംഗിച്ചത് എന്താണെന്നറിയോ? മ്യൂസിക്കിനെതിരെ, അതുപോലെ സംഗീതത്തിനെതിരെ, വലിയ ജോറായി വീണക്കെതിരെ പ്രസംഗിച്ചു. ഞാൻ പറയുന്നത്, ഇവിടെ പ്രസംഗിച്ച മുഴുവൻ വിഷയവും ഞങ്ങൾ നോക്കിയപ്പോ ഒന്നും പറയാൻ നിങ്ങൾക്ക് ധാർമ്മികമായ അധികാരമില്ല. ഞാൻ കാണിച്ചു തരാം. ഇവര് കാര്യമായി പ്രസംഗിച്ചത് മ്യൂസിക്കിനെതിരെ. പക്ഷേ സലഫി മിണ്ടാൻ അധികാരമില്ല, നിങ്ങൾക്ക് സംസാരിക്കാനും അധികാരമില്ല. കാരണം നിങ്ങളെ ജീവിതം തന്നെ മ്യൂസിക്കിലാണ്. ഒന്ന് കേട്ടോ, AP അബ്ദുൽ ഖാദർ മൗലവിയൊക്കെ സിനിമാ പാട്ട് പാടിന് ഒരു കണക്കൂല്ല എന്നാണ് ആര് പറയുന്നത്? ഞങ്ങൾ പറയുന്നതല്ല മിസ്റ്റർ, നിങ്ങളെ കൂടെ ജീവിച്ച അബ്ദുൽ ലത്തീഫ് മൗലവി കരിമ്പിരാക്കൽ, ഞങ്ങൾ പറയുന്നതല്ല. അദ്ദേഹം പറഞ്ഞു തരും ആരാണ് ഇവിടെ മ്യൂസിക്കിന്റെ ആളുകൾ. എന്നിട്ട് പാവപ്പെട്ട മുജാഹിദുകളെ മുൻനിർത്തിയിട്ട് സലഫി നിങ്ങൾ പ്രസംഗിച്ചില്ലേ മ്യൂസിക്കിനെതിരെ? അധികാരമില്ല നിങ്ങൾക്ക്. കാരണം നിങ്ങളുടെ സ്വഭാവം ഞങ്ങളുടെ പ്രിയപ്പെട്ട നേതാവ് മുഹമ്മദ് റസൂലുള്ളാഹി അവിടെന്ന് പറഞ്ഞത് യഖൂലൂന മാ ലാ യഫ്അലൂൻ, ചെയ്യാത്തത് പറയുന്നവരാണ് എന്നാണ്. കേട്ടോ, മുജാഹിദ് പ്രസ്ഥാനത്തെക്കുറിച്ച് മുജാഹിദിന്റെ നേതാവ് അബ്ദുൽ ലത്തീഫ് മൗലവി സംസാരിക്കുന്നു. പണ്ടിവിടെ പിലാത്ര സമ്മേളനത്തിന് തൊട്ട് മുമ്പ് ഒരു ജമിയത്തുൽ മൂടി. എന്തിനാണെന്നറിയോ? മ്യൂസിക് ഹലാലോ ഹറാമോ എന്ന് തീരുമാനിക്കാനേ. 10 കൊല്ലം പാട്ടുപാടി നടന്നിട്ട് അവർക്ക് മനസ്സിലായിട്ടില്ല. ഒരു 10 കൊല്ലം മ്യൂസിക്കുള്ള കാസറ്റൊക്കെ ഇറക്കി. ആരാ ഒന്നാമത്തെ മുജാഹിദ് പ്രസ്ഥാനത്തിൽ മ്യൂസിക്കോട് കൂടിയിരിക്കുന്ന കാസറ്റ് ഇറക്കുന്നത് ഉദ്ഘാടനം ചെയ്താരാ? സാക്ഷാൽ EKM പന്നൂര്, AP അബ്ദുൽ ഖാദർ മൗലവിയുടെ ഏറ്റവും അടുത്ത ബന്ധു. എന്നിട്ട് ഇത് തീരുമാനിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ജാമിയ സലഫിയല്ലോ, ഇവിടെ ഇരുന്നു. ജമിയത്തുലമന്റെ എത്ര 250 പണ്ഡിതന്മാർക്ക് പോലും ഇരുന്നിട്ട് വൈകുന്നേരമോളം ചർച്ച അങ്ങനെ കഴിഞ്ഞിട്ട് അവസാനം അങ്ങനെ നോക്കുമ്പോ മല എലിയെ പ്രസവിച്ചു. എന്തേ അത്ഭുതം, ഒന്നും സംഭവിച്ചിട്ടില്ല. പിറ്റേ ദിവസം AP അബ്ദുൽ ഖാദർ മൗലവി നമ്മൾ കാണാൻ കാരണമുണ്ട്. അന്ന് മുജാഹിദ് സെന്റർ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ബിസ്മി എന്ന സംഘടനക്ക് 10 ഉറുപ്പ്യ ഉണ്ടാക്കാൻ തന്നെ ഒരു തൗഹീദ് ഗാനങ്ങളുടെ കാസറ്റ് ഇറക്കാന്ന് കമ്മിറ്റി തീരുമാനിച്ചിരുന്നു. അതിന്റെ ചുമതല അന്ന് നൽകിയത് എനിക്ക്. ഞാൻ എന്റെ സെക്രട്ടറി ആയിരുന്നു. അതുകൊണ്ട് അങ്ങനെ അതിന്റെ പ്രവർത്തനം ഏകദേശം അവസാന ഘട്ടത്തിൽ ഇനി റെക്കോർഡിംഗ് മാത്രമേ ബാക്കിയുള്ളൂ. AP അബ്ദുൽ ഖാദർ മൗലവിയോട് അവസാനം ഒന്ന് ചോദിച്ചേക്കാൻ തരുതി. കാരണം ഇനിയിപ്പോ ഇടയ്ക്കൊരു ചർച്ചയൊക്കെ കഴിഞ്ഞതാണല്ലോ. അഹമ്മദ് അലി മദനൊക്കെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടക്കുന്നുണ്ട്.
ഇപ്പൊ ഇത് ശരിയോ തെറ്റോന്ന് അറിയണല്ലോ, അതുകൊണ്ട് ഒന്ന് ചോദിക്കാൻ മൂപ്പർ പറഞ്ഞെന്താ അറിയോ, കാസറ്റൊക്കെ ഇറക്കിക്കോ, അതിന്റെ ഹറാമു ഹലാലൊന്നും ഇപ്പോ നോക്കണ്ടില്ല, മ്യൂസിക് ഉണ്ടെങ്കിൽ ഉണ്ടായിക്കോട്ടെ, അതൊന്നൊരു വിഷയമല്ല. പക്ഷെ എന്തു ചെയ്യണം എന്നറിയോ, കാസറ്റിന്റെ പുറത്ത് എവിടെയും കാണുന്ന രൂപത്തിൽ എവിടെയും KNM എന്നോ ബിസ്മി എന്നോ എഴുതി വെക്കരുത്. ബ്രാൻഡുള്ള കള്ളേ ഹലാൽ ഹറാമാവുള്ളൂ. ബ്രാൻഡില്ലാത്ത കുഴപ്പമില്ല, പട്ടച്ചാരായ ഓക്കെ. അതിന്റെ ഇടക്കുണ്ട് പുളിക്കരങ്ങാടി കൂടുതൽ അനൗൺസ്മെന്റ് ഇങ്ങനെ വരുന്നേ, AP അബ്ദുൽ ഖാദർ മൗലവി, KN ഇബ്രാഹിം മൗലവി, MM മദനി, അലീദ് റസാഖ് മദനി, TP അബ്ദുൽ മദനി തുടങ്ങിയ പ്രഗത്ഭരും പ്രശസ്തരുമായ പണ്ഡിത വരേണ്യന്മാർ പങ്കെടുക്കുന്നതാകുന്നു. നമ്മളൊരു വലിയ വയല് പരമ്പരറ്റേക്കും. തൊട്ടുപറകെ കണ്ണീർ മഴയത്ത് ഞാനൊരു കിളിയുടെ കുട ചൂടി. എന്താപ്പത്, കിളിന്റെ കുടയും ചൂടിയിട്ട് ആരായി പോക്ക്? AP അബ്ദുൽ ഖാദർ മൗലവി, KN ഇബ്രാഹിം മൗലവി, MM മദനി, TP അബ്ദുൽ മദനി എല്ലാം കൂടി ഒരു കിളിന്റെ കുടയും ചൂടിയിട്ട് ഇങ്ങനെ പോവാ. തൗഹീദ് ഗാനങ്ങൾക്ക് മ്യൂസിക് വെച്ചാൽ അവിടെ പ്രശ്നമുള്ളൂ. സിനിമാ പാട്ട് മ്യൂസിക്കോട് കൂടി അങ്ങാടികൾ ഇട്ട് പോയ ഒരു പ്രശ്നമില്ല. നമ്മുടെ ആയുർവേദ ലോകത്തിന് മലബാറിന്റെ ഉപഹാരം ജാമിയ സലഫിയുടെ 10ാമത്തെ സംരംഭം മലബാർ ആയുർവേദിക് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ. കണ്ണീർ മഴയത്ത് പിന്നെ തന്നെ പിറ്റേ ദിവസം നമ്മൾ എന്നെ വിളിക്കും, എന്നെ അലി റസാഖ് മദനി കത്തെന്ന് വിളിച്ചതാ. അവിടെ പോയി നോക്കി ചെന്നപ്പോഴേ നല്ല നല്ല പാട്ട് ഇങ്ങനെ ഉഷാറായിട്ട് കേൾക്കുക. എന്ത് ടൈപ്പാ പാട്ട്? 1ാം നമ്പർ. അക്കാലത്ത് പുതുമുള്ള നല്ല ഹിന്ദി പാട്ടുകൾ. അത് സിനിമ തന്നെ. KN ഇബ്രാഹിം മൗലവിക്ക് ഹിന്ദി അറിയാത്തതുകൊണ്ട് നമ്മൾ മൂപ്പരെ കുറിച്ച് ഒന്നും പറയുന്നില്ല വിഷയത്തിൽ. TP അബ്ദുൽ മദനിക്ക് ഹിന്ദി അറിയാൻ ഒരു സാധ്യതയില്ല, അതുകൊണ്ട് അദ്ദേഹത്തെ നമ്മൾ പറയുന്നില്ല. MM മദനി പഠിച്ച പരലോകത്തിലൊന്നും ഹിന്ദി ഉണ്ടാവില്ല, അതുകൊണ്ട് മൂപ്പരെയും പറയേണ്ടതില്ല. പിന്നെ ആരാ കൂടുതൽ? അലി അബ്ദുൽ റസാഖ് മദനി. ഒരു കോടതി ഭാഷ മാത്രമേ ഉള്ളൂ, അവിടെ ഹിന്ദിക്ക് ആവശ്യമില്ല. എന്നാലേ ഹിന്ദി ഉറുദൊക്കെ പച്ചവെള്ളം പോലെ അറിയുന്ന ഒരാളവിടെ ഉണ്ട്. സാക്ഷാൽ ചങ്ങരംകുളത്ത് ജനിച്ചെങ്കിലും ഇപ്പോൾ പത്തപ്പിരിയത്ത് താമസിക്കുന്നുവെങ്കിലും അന്തമാനിൽ വളർന്നിരിക്കുന്ന AP അബ്ദുൽ ഖാദർ മൗലവി. അദ്ദേഹത്തിന് ഹിന്ദി നന്നായിട്ട് അറിയാം. അവിടെ പാടിയ പാട്ടെന്നോ ഒന്ന് ഞാൻ പറഞ്ഞുതരാം. മോഖാ മിലേഗാ തോ ഹം ബതാ ദേംഗേ തുജെ കിത്നാ പ്യാർ കർത്തേ ഹേ സനം. ഐ എന്താ മുതല്? എടി പെമ്പറന്നോളെ, അന്നെ കിട്ടിയ ഒരു അവസരം കിട്ടിയ ഞാൻ പറഞ്ഞുതരാ എത്രമാത്രം അന്നെ ഞാൻ പ്രേമിക്കുന്നുണ്ട്. ഈ പാട്ടാണ് 1ാം നമ്പർ മ്യൂസിക് ഇട്ടിട്ട് അവിടെ ചാടിക്കളിച്ചിട്ടുകൊണ്ടിരിക്കുന്നത്. മ്യൂസിക് ഹറാമാ അതോ ഹലാലോ? എവിടെ പെങ്ങൾ നിൽക്കണത്? അതെന്നെ ഞങ്ങൾക്ക് ചോദിക്കാം. എവിടെ പെങ്ങൾ നിൽക്കുന്നത്? എവിടെയാണ് നിങ്ങൾ നിൽക്കുന്നത്? രണ്ടും കണക്കാണ് പ്രിയപ്പെട്ട സഹോദരന്മാരെ. അവ മ്യൂസിക്കിനെ കുറിച്ച് പറയാൻ രണ്ടത്താണി സമ്മേളനത്തിൽ പറഞ്ഞത് വെള്ളത്തിലായി, എല്ലാമായി. ഇനി ഒരൊറ്റ കാര്യം കൂടി വെള്ളത്തിലാക്കിയാൽ ഞങ്ങൾ അവസാനിപ്പിക്കുക. എന്താണെന്നറിയോ? പ്രധാനപ്പെട്ട ഒരു കാര്യം പറഞ്ഞു. എന്താ? നമ്മൾ അല്ലാത്തവർക്ക് ആരാധിക്കുന്നവരാണ്. എന്നിട്ട് കാര്യമായിട്ട് എന്താണ്? എന്റെ സമുദായത്തിലെ ഒരു വിഭാഗം മുശ്രിക്കീങ്ങളുടെ കൂടെ കൂടും. ഞാൻ കാണിച്ചു തരാ ആരാണ് മുശ്രിക്കീങ്ങളുടെ കൂടെ കൂടിയതെന്ന് മുജാഹിദ് മൗലവിമാരെ കൊണ്ട് ഞങ്ങളിവിടെ പറയിപ്പിക്കുകയാണ്. അറിവ് സമാധാനത്തിന് എന്ന പ്രമേയം വിശദീകരിച്ചുകൊണ്ട് മിസ്റ്റർ സക്കരിയ സ്വലാഹി അതിന് ശേഷട്ടോ അദ്ദേഹം പറയുന്നു, ശരിക്കും ശ്രദ്ധിച്ചോളി, നമ്മൾ ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്കെതിരാണ് എന്നാണ് അയാൾ പറയുന്നത്. അതും കൂടി നമുക്കൊന്ന് കേൾക്കാം. ഇന്ന് നമ്മുടെ മുസ്ലിം സമുദായത്തിൽ വലിയൊരു വിഭാഗം ആളുകൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് അവരുടെ ജീവിതത്തിൽ പലവട്ടം ആവർത്തിച്ചുച്ചരിക്കുന്നുണ്ട്, സ്ഥാനത്തും അസ്ഥാനത്തും ഉപയോഗിക്കുന്നുണ്ട്. പക്ഷേ ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്കെതിരായ നിരവധി വിശ്വാസങ്ങളും ആചാരങ്ങളും അവരുടെ ജീവിതത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. ഇലാഹിന്റെ അർത്ഥം അവർക്ക് അറിഞ്ഞുകൂടാ. അല്ലല്ലാതെ പടച്ചോനില്ല എന്നാണ് പലപ്പോഴും മുസ്ലിയാക്കന്മാർ ജനങ്ങളെ പഠിപ്പിക്കാറുള്ളത്. പ്രസംഗം നടക്കുമ്പോ നമ്മൾ ആരെങ്കിലും അള്ളാഹു അല്ലാത്തൊരു പടച്ചോനിൽ വിശ്വസിക്കുന്നുണ്ടോ കൂട്ടരെ എന്ന് ചോദിക്കും. ഇല്ല എങ്കിൽ നമ്മളിൽ ശിർക്കില്ല. എന്നിട്ടും ഈ വഹാബികൾ നമ്മളെപ്പറ്റി പറയുന്നു നമ്മളിൽ ശിർക്കുണ്ട് ശിർക്കുണ്ട് എന്ന്. ശിർക്ക് എന്നാൽ ബഹുദൈവ വിശ്വാസം എന്നല്ലേ? ഒന്നിലധികം ദൈവത്തിൽ വിശ്വസിക്കലല്ലേ? നമ്മളാരെങ്കിലും ഒന്നിലധികം ദൈവത്തിൽ വിശ്വസിക്കുന്നുണ്ടോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് നിലവിലുള്ള ശിർക്കിനെയൊക്കെ ന്യായീകരിക്കാൻ, അതൊക്കെ തൗഹീദാക്കി ചിത്രീകരിക്കാൻ പണ്ഡിതന്മാർ തന്നെ ശ്രമിക്കുന്ന ഒരു കാലമാണ്. അവന്തായി ലാ ഇലാഹ ഇല്ലല്ലാഹയിൽ വിശ്വസിക്കുന്നവർ പറയുന്നവർ തന്നെ അതിനെതിര് ചെയ്യുന്നു എന്നാ പറഞ്ഞത്. ഒരിക്കലും ഞങ്ങളെക്കുറിച്ച് അങ്ങനെ പറയണ്ട.
ഞങ്ങൾ ചെയ്യുന്നത് എന്താണെന്ന് ഇൻഷാ അല്ലാ അതിന്റെ തെളിവ് കൂടി ഈ ജനങ്ങളെ സാക്ഷി നിർത്തിയിട്ട് മൗലവിമാരെ കൊണ്ട് തന്നെ ഞങ്ങൾ പറയിപ്പിക്കും. അല്ലാഹു തആല ആ അല്ലാഹു തആലയിലോ അല്ലെങ്കിൽ അല്ലാഹു തആലയുടെ പ്രത്യേകമായ വിശേഷണങ്ങളിലോ ഒരൊറ്റ വസ്തുവിനോടും പങ്കു ചേർക്കാൻ ഞങ്ങളെ കിട്ടുകയില്ല. നിങ്ങൾ തെറ്റിദ്ധരിച്ചു പോയതാണ്. ഞങ്ങൾ കൃത്യമായി അത് രേഖപ്പെടുത്തുന്നു. എന്നാൽ ഞങ്ങൾ പറയട്ടെ, ആരാണ് ഇവിടെ മുശ്രിക്കീങ്ങളുടെ പണിയെടുത്തത്? മുശ്രിക്കീങ്ങളോട് എന്റെ സമുദായത്തിൽപ്പെട്ട ചിലർ ചേരുമെന്ന് മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി പറഞ്ഞു എന്നല്ലേ നിങ്ങളിവിടെ പ്രസംഗിച്ചത്? എന്നാൽ ആരാണ് ആ പണിയെടുത്തത്? മുജാഹിദുകളെ ശരിക്ക് കേട്ടോ, പഠിച്ചോ. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ചെയ്യുന്നത് എന്താണെന്ന് ഞങ്ങൾ വ്യക്തമാക്കാൻ പോകുന്നു. അതിനു മുമ്പ് നിങ്ങളെ കഥ പരിങ്കലിലാണ് കേട്ടോ. അമ്പലത്തിലേക്ക് തേങ്ങ നേർച്ചയാക്കുന്നതും അതുപോലെ തന്നെ അമ്പലത്തിലുള്ള സാക്ഷാൽ നിലവിളക്ക് കത്തിക്കുന്നതും ഞങ്ങളല്ല, മുജാഹിദിന്റെ നേതാക്കളാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത്, ജനങ്ങളെ ശിർക്കിലേക്ക് കൊണ്ടുപോകുന്നത് ഒരിക്കലും ഞങ്ങളല്ല, നിങ്ങൾ തന്നെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താണ് ഞാൻ കാണിച്ചു തരാ. സക്കരിയ സ്വലാഹി തന്നെ പറയുന്നു, മടവൂരികളെ കുറിച്ചാണ് പറയുന്നത്. ശിർക്കിലേക്ക് ജനങ്ങളെ കൊണ്ടുപോകുന്നത് ആ മുജാഹിദ് നേതാക്കളാണെന്ന്. അതേ സക്കരിയ സ്വലാഹി വെക്കൂ, നമുക്കൊന്ന് കാണാ. ഞങ്ങളെക്കുറിച്ച് നിങ്ങൾ ആരോപണം പറയുക. ഇനി മാത്രമല്ല സുഹൃത്തുക്കളെ, സാക്ഷാൽ സലാഹുദ്ദീൻ മദനി ശ്രീനാരായണ ഗുരുവിന്റെ സമാധിയോടനുബന്ധിച്ച് ദീപം കൊളുത്തുന്ന ചിത്രമാണിത്. അല്ലേ? സലാഹുദ്ദീൻ മദനിയാണത്. ആരാ സലാഹുദ്ദീൻ മദനി? മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ കാര്യമായ പ്രഭാഷകൻ, നേതാവ്. അദ്ദേഹമാണ് നിലവിളക്ക് കത്തിക്കുന്നത്. ഇനി മുജാഹിദ് മടവൂരികൾ ഒരു പത്രം നടത്തുന്നുണ്ട്, വർത്തമാനം. അതിന്റെ വർത്തമാനം വളരെ കഷ്ടമാണ്, അത് വേറൊരു കാര്യം. ഇപ്പൊ ഞങ്ങൾ അങ്ങോട്ട് പോകുന്നില്ല. ഈ വർത്തമാനം പത്രം എന്താ അതിലുള്ളത്? സക്കരിയ സ്വലാഹി പറഞ്ഞു, ആരാണ് ശിർക്കിലേക്ക് കൊണ്ടുപോകുന്നത്? ഞങ്ങളാണോ മുജാഹിദുകളാണോ? കേട്ടോ വെക്ക്. എന്നിട്ട് തൗഹീദി പ്രബോധനപ്പ് എവിടെ എത്തി? സിറാജും മാധ്യമം പോലും ഒഴിവാക്കിയ ആൾ ദൈവങ്ങളുടെ പരസ്യം വർത്തമാനത്തിൽ വരുന്നു. കണ്ടോ? അമൃതവർഷം 50. കണ്ടോ? ശ്രീമദ് സദ്ഗുരു ശ്രീ മാതാ അമൃതാനന്ദമയി ദേവിയുടെ സുവർണ ജയന്തി മഹോത്സവം 2003 കൊടുത്തതാണ്. നമുക്ക് അമ്മയോടോ അമ്മയുടെ ആരാധകരോടോ വ്യക്തിപരമായിട്ട് യാതൊരു വിരോധമില്ല. പക്ഷെ അമ്മയുടെ സുവർണ ജയന്തി ആഘോഷം അമൃതവർഷം 50 എന്ന് പറഞ്ഞ ഈ പരസ്യം അത് സിറാജ് എടുത്തില്ല, മാധ്യമം എടുത്തില്ല. എന്ന് മാത്രമല്ല, മാധ്യമം ആ കാലഘട്ടത്തിൽ മാധ്യമത്തോടും മാധ്യമത്തിന്റെ നയങ്ങളോടും വളരെ എതിർപ്പുള്ള ആളുകളാണ് നമ്മൾ. പക്ഷേ ആ വിഷയത്തിൽ അവർ അന്ന് ഇവരുടെ തട്ടിപ്പുകളെ കുറിച്ച്, അമൃതാനന്ദമയി ദേവിയുമായി ബന്ധപ്പെട്ട ആളുകളുടെ തട്ടിപ്പുകളെ കുറിച്ച് അവരെഴുതിയിരുന്നു. അപ്പൊ അതിനൊരു മറുപടി എന്നുള്ള മാതിരിയ വർത്തമാനത്തിൽ വ്യക്തിവിശേഷം കോളത്തിൽ ഇവരെ പ്രശംസിച്ചുകൊണ്ട് എഴുതിയിരുന്നു. കണ്ടോ? അമ്മയുടെ ചൂഷണം. അപ്പൊ എന്തായി? മടവൂരികളെ മൊത്തം പണി രണ്ടത്താണിക്ക കൂടുതലുള്ള സാധനമാണല്ലോ, ശിർക്കിലേക്ക് കൊണ്ടുപോകലാണെന്ന് ആരാ പറഞ്ഞത്? സക്കരിയ സ്വലാഹി. ഇനി കേട്ടോ, ഇനിയിപ്പോ ഇവരെ കഥ സമ്മേളനം നടത്തിയ കൗമിന്റെ കഥ അത് നമ്മളെ കരിമ്പിലാക്കൽ മൗലവി പറയുന്നുണ്ട്. ഇത് 2ാം നവോത്ഥാനത്തിന്റെ കാലമാണ്. കണ്ടോ നിങ്ങള്? മുജാഹിദ് സമ്മേളനത്തിന്റെ എന്ന് പുറത്തിറക്കിയ തേജസ് പത്രം, അതിൽ നമുക്ക് കാണാം നവോത്ഥാന ശ്രമങ്ങൾക്ക് ദേശീയമാനം നൽകണം എന്ന് പറഞ്ഞിട്ട് റിപ്പോർട്ട്. എന്നിട്ട് അവർ പറയുന്നു, ദേശീയ ഈ നവോത്ഥാന ശ്രമങ്ങൾക്ക് കേരളത്തിൽ തുടക്കം കുറിച്ചത് മുജാഹിദുകളാണ്. നേരത്തെ റഹീം മാസ്റ്റർ പറഞ്ഞല്ലോ, എല്ലാം വന്ന് ഞങ്ങൾ വന്നതിന്റെ ശേഷമാണ്. കോഴിക്കോട് എയർപോർട്ട് ഉണ്ടായത് ആരാ? അത് മുജാഹിദ് വന്നിട്ടാണ്. നമ്മളെ തിരൂർ റെയിൽവേ സ്റ്റേഷൻ വികസിപ്പിച്ചു, അതൊക്കെ മുജാഹിദ് വന്നിട്ടാണ്. പിന്നെ ഏഡ്സ് വന്നു, നിങ്ങൾ വന്നിട്ടാണെന്നാണ് പറഞ്ഞോളൂ. എന്നാ ശരിയായി. അപ്പൊ പൂർണ്ണമാവും എല്ലാം നിങ്ങളെ അക്കൗണ്ടിൽ കിടക്കട്ടേത്. എന്താ നിങ്ങൾക്ക് പറഞ്ഞുകൂടാത്തത്? എന്നാൽ മടവൂരികൾ പറയുന്നത് എന്താണെന്നറിയോ? കണ്ട ജിന്നിനും ശൈത്താനും മൊത്തം ആരാധിക്കലാണ്. ആരെ പണിയിനാണ്? ഇവിടെ സമ്മേളനം നടത്തിയ സക്കരിയ ഗ്രൂപ്പിന്റെ പണിയിനാ. ഞാൻ ചോദിക്കട്ടെ, അല്ല ചങ്ങാതിമാരെ, ജിന്നിനെയും ശൈത്താനെയും നിങ്ങൾക്ക് വിളിക്കാമെങ്കിൽ മടവൂരികൾ പറയുന്ന നവോത്ഥാനം ഒന്നുകൂടി നടത്തണമത്രേ. ആർക്കെതിരെയുള്ള നവോത്ഥാനം? സാക്ഷാൽ മുജാഹിദികൾക്കെതിരെയുള്ള നവോത്ഥാനം. ഇങ്ങനെ ഞങ്ങൾക്കെതിരെ മിണ്ടരുത്. ഞങ്ങൾ പറയുന്നതിനെതിരെ പ്രസംഗിക്കാൻ നിങ്ങൾക്ക് അധികാരമില്ല. ഒന്ന് കേട്ടോ, ലത്തീഫ് മൗലവി പ്രസംഗിക്കുന്നു, നമുക്കെതിരല്ല, ഇവിടെ സമ്മേളനം നടത്തിയ ഗ്രൂപ്പിനെതിരെ. എന്താ പറയുന്നത്? അവരുടെ അവസ്ഥ വളരെ പരിതാപകരമാണ്. കേട്ടോളൂ. ഞാൻ സൂചിപ്പിച്ചുവല്ലോ, ഇത് 2ാം നവോത്ഥാനത്തിന്റെ കാലഘട്ടമാണ് എന്നും. എന്തുകൊണ്ടാണ് 2ാം നവോത്ഥാനം എന്ന് പറഞ്ഞത്?
ഇതേ ആദർശം, ഇതേ ആയത്തുകൾ, ഇതേ ഹദീസുകൾ, ഇതേ ചരിത്ര സംഭവങ്ങൾ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പ്രവർത്തകന്മാർ എന്ന് അവകാശപ്പെടുന്ന ആളുകൾ മാത്രം ജീവിക്കുന്ന ഇടങ്ങളിൽ വരെ ഇപ്പോൾ വീണ്ടും പറയേണ്ടുന്ന, വീണ്ടും കേൾപ്പിച്ചു കൊടുക്കേണ്ടുന്ന, വീണ്ടും കാണിച്ചു കൊടുക്കേണ്ടുന്ന, വീണ്ടും പഠിപ്പിക്കേണ്ടി വരുന്ന ഒരു അവസ്ഥയിലാണ് ഈ ഒരു കാലഘട്ടം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. മുജാഹിദ് പ്രസ്ഥാനം ഞാൻ സൂചിപ്പിച്ച പോലെ ഏകദൈവ ആരാധനയിൽ അധിഷ്ഠിതമായ വിശുദ്ധ ഖുർആനും പ്രവാചകത്തെയും പ്രചരിപ്പിക്കുവാൻ വേണ്ടി ലക്ഷ്യമിട്ട് മുന്നോട്ട് വന്ന. അപ്പൊ നിങ്ങളെ കാര്യം കഷ്ടാണ്. കാരണം നിങ്ങൾ മൊത്തം മുശ്രിക്കീങ്ങളാണ് അപ്പുറത്തെ ഗ്രൂപ്പ് പറയുന്നത്, വെറുതെ പറയല്ല. അപ്പൊ പ്രിയപ്പെട്ട സഹോദരന്മാരെ, നിങ്ങൾക്ക് എവിടെയാണ് പേച്ചത്? ഇവിടെ നിങ്ങൾ ആയത്തോതി വഅന്നൽ മസാജിദ ലില്ലാഹി ഫലാ തദ്ഉ മഅല്ലാഹി അഹദാ. ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക്. നിങ്ങൾ ഇവിടെ ആയത്തോതിയിട്ട് എന്താ പറഞ്ഞത്? അല്ലാഹുവിന്റേതാണ് പള്ളികൾ, ആരെയും വിളിച്ചു പ്രാർത്ഥിക്കാൻ പാടില്ല. ഇൻ തദ്ഉഹും, നിങ്ങൾ അവരെ വിളിച്ചു പ്രാർത്ഥിച്ചാൽ അവർ കേൾക്കുന്നതല്ല. വമൻ അദല്ലു മിമ്മൻ യദ്ഉ മിൻ ദൂനില്ലാഹി മൻ ലാ യസ്തജീബു ലഹു ഇലാ യൗമിൽ ഖിയാമഹ. ഇതല്ലേ നിങ്ങൾ പറഞ്ഞത്? പക്ഷേ ഞാൻ മൗലവിമാരോട് ചോദിക്കട്ടെ, 3 ദിവസത്തെ സമ്മേളനം നടത്തിയിട്ട് ഏതെങ്കിലും ഒരു സമയത്ത് അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞ നിങ്ങൾ എന്താണ് പ്രാർത്ഥന എന്ന് വിശദീകരിച്ചു കൊടുത്തോ മുജാഹിദുകൾക്ക്? ഇല്ല. പ്രാർത്ഥന പറഞ്ഞാൽ എന്താ? ഒരൊറ്റ മുജാഹിദിന് പറഞ്ഞുകൂടാ. രണ്ടത്താണിയിൽ വെച്ച് വെല്ലുവിളിക്കുന്നു. 3 ദിവസത്തെ സമ്മേളനം നടത്തിയിട്ട് എന്താണ് പ്രാർത്ഥന നിങ്ങൾ പറഞ്ഞോ? പ്രാർത്ഥനയുടെ നിർവചനം ഈ ജനങ്ങളോട് നിങ്ങൾ പറഞ്ഞാൽ അന്ന് നിങ്ങളുടെ ആദർശത്തിന്റെ ഖിയാമത്ത് നാളായിരിക്കും. കൃത്യമാണത്, വെറുതെ പറയല്ല. ഇതൊരു പുകമറയാണ്. മുജാഹിദ് പ്രവർത്തകരെ അല്ലല്ലാത്തവരോട് പ്രാർത്ഥിക്കരുത്. ധൈര്യമുണ്ടെങ്കിൽ പറ എന്താ പ്രാർത്ഥന? കുഞ്ഞീത് മദനിക്ക് പ്രാർത്ഥനയാവില്ല എപ്പോഴറിയോ? വയനാട് ചുരം കാരുമ്പോഴാ. 9ാമത്തെ വളയിൽ ബസിന്റെ ബ്രേക്ക് ഓട്ടുമ്പോഴാ മൂപ്പര തൗഹീദ് പൂർണ്ണമാവൽ. ഇവരുടെ മദ്രസയിൽ പഠിപ്പിക്കുന്നു എന്താ പ്രാർത്ഥന? ഇതിൽ പഠിപ്പിക്കാൻ എന്താ അറിയോ? മനുഷ്യന്മാർക്ക് കഴിയാത്തത് ചോദിക്കലാണ് പ്രാർത്ഥന. മനുഷ്യന്മാർക്ക് കഴിയാത്തത് ചോദിച്ചാൽ അത് പ്രാർത്ഥനയാണ്. ഇതിന് പറയാണെന്ത്? വഅന്നൽ മസാജിദ ലില്ലാഹി ഫലാ തദ്ഉ മഅല്ലാഹി അഹദാ. അല്ലാഹുവിന്റെ കൂടെ വേറെ ആരോടും പ്രാർത്ഥിക്കാൻ പാടില്ല. പ്രാർത്ഥന അറിഞ്ഞാലോ മനുഷ്യന്മാർക്ക് കഴിയാത്തത് ചോദിക്കുക. അള്ളാഹിനോട് മാത്രം പ്രാർത്ഥിക്കണം എന്ന് പറയുന്ന ടീം നമ്മളോട് വന്നിട്ട് വഅദ് ഇന്ന ശിർക ലദുൽമുൻ അദീം. ഇന്നു നിങ്ങൾ എടുത്തു നോക്ക്, ഇവന്റെ 2 ഗ്രൂപ്പിന്റെ മദ്രസാ പുസ്തകത്തിലും പറയുന്നത് എന്താ? മനുഷ്യന്മാർക്ക് കഴിയാത്ത ചോദിക്കലാണ് പ്രാർത്ഥന. എന്നാ കേട്ടോ, സക്കരിയ സ്വലാഹിനെ കൊണ്ടുവരുന്നു, എടുക്കാതെ അയാൾ തന്നെ ആ വാദത്തെ പ്രിയപ്പെട്ട സഹോദരന്മാരെ പൊളിച്ച് കയ്യിൽ തരുന്നു. ആ നിർവചനം ഓരെന്നെ പൊളിക്കാൻ പോകും. ശരിക്കും ശ്രദ്ധിച്ചോളൂ. എന്നാൽ ഈ സുല്ലമി പറയുന്നു, മനുഷ്യ കഴിവിന് അതീതമായ കാര്യങ്ങളിൽ അള്ളാഹു അല്ലാത്ത ആരോട് സഹായം തേടിയാലും ശിർക്കാണ്. അപ്പോ നമുക്ക് വലിയൊരു മരം വലിക്കണം, മനുഷ്യന്മാരെ കൊണ്ട് വലിച്ചാക്കാവൂല. അപ്പൊ നമ്മളൊരു ആനയെ കൊണ്ടുവന്നു. അതോടുകൂടി സുല്ലമിന്റെ കണക്കനുസരിച്ച് ശിർക്കായി. കാരണം മനുഷ്യ കഴിവിന് അതീതമായ കാര്യങ്ങളിൽ ആനയോട് സഹായം തേടിയില്ലേ? അതുപോലെ തന്നെ ഒരു കളവ് തെളിയിക്കാൻ എല്ലാ നിലക്ക് ശ്രമിച്ചിട്ടും സാധിക്കുന്നില്ല. അപ്പോ CIയും SIയും ഒക്കെ കൂടി ഒരു പോലീസ് നായയെ കൊണ്ടുവന്നു. അപ്പൊ നമ്മൾ പോലീസ് നായയുടെ സഹായം തേടി മനുഷ്യ കഴിവിന്റെ അപ്പുറത്തുള്ള കാര്യത്തിൽ അപ്പൊ ശിർക്കായി. ഉളുപ്പുണ്ടോ മടവൂരികളെ നിങ്ങൾ? ഇയാൾ പറയുന്ന വിടുവായുത്തങ്ങൾ വലിയ കാര്യം. ഉളുപ്പുണ്ടോ ഞമ്മക്ക് ഞങ്ങൾ ചോദിക്കേണ്ടത്? ഉളുപ്പുണ്ടോ നമുക്ക്? കാരണം രണ്ടും കണക്കാണ്. മടവൂരികൾ മാത്രമല്ല, നിങ്ങളുടെ മദ്രസയിലും പഠിപ്പിക്കുന്ന പ്രാർത്ഥന ഏതാണ്? വലിച്ചെറിയുക പ്രാർത്ഥന. മുസ്ലിമീങ്ങൾക്കൊരു പ്രാർത്ഥനയുണ്ട്, ഇസ്ലാമിന്റെ ഭാഷയിലുള്ള പ്രാർത്ഥന. മറിക്കൂ ഇമാം റാസിയുടെ തഫ്സീർ. 3 ദിവസത്തെ സമ്മേളനം നടത്തിയിട്ടും പഠിപ്പിക്കാത്ത ആദർശം ഞങ്ങൾ പറഞ്ഞു തരാ. അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞ പ്രാർത്ഥന. വഅന്നൽ മസാജിദ ലില്ലാഹി ഫലാ തദ്ഉ മഅല്ലാഹി അഹദാ എന്ന് പറഞ്ഞ പ്രാർത്ഥന. ഇൻ തദ്ഉഹും ലാ യസ്മഉ ദുആഅക്കും എന്ന് പറഞ്ഞ പ്രാർത്ഥന ഏതാണത്? ഇസ്തിദ്ആഉൽ അബ്ദി റബ്ബഹു അൽ മഊനത. ഒരടിമ തന്റെ ദൈവത്തോട്, തന്റെ റബ്ബിനോട് നടത്തുന്ന ചോദ്യം, അതിനാണ് പ്രാർത്ഥന എന്ന് പറയുക എന്ന് ഇമാമുന റാസി റഹ്മത്തുള്ളാഹി അലൈഹി. അപ്പൊ ഞാനൊരു കാര്യം ചോദിക്കുന്നു. ആരോട്? മുഹയ്യിദ്ദീൻ ശൈഖിനോട്. എന്റെ വിശ്വാസം മുഹയ്യിദ്ദീൻ ശൈഖ് റബ്ബാണെന്നാണോ, ഇലാഹാണെന്നാണോ? അത് പ്രാർത്ഥനയാണ്. ഇസ്ലാമിന്റെ ഭാഷയിൽ അത് അല്ലാഹുവിനോട് മാത്രമേ പറ്റൂ. ദൈവമാണെന്നും ഇലാഹാണെന്നും കരുതിയിട്ട് അതാ ഖുർആൻ പറഞ്ഞത്, വഅന്നൽ മസാജിദ ലില്ലാഹി ഫലാ തദ്ഉ മഅല്ലാഹി അഹദാ.
ചില മുജാഹിദ് മനസ്സിലാക്കിയത് ഇതുപോലായത്താണ്. തന്നെ ഞങ്ങള് ആലുവയിൽ വാദപ്രതിവാദത്തിന് പോയപ്പോ മുജാഹിദുകൾ ഓതുന്ന എല്ലാ ആയത്തും നമ്മൾ ആദ്യം തന്നെയാണ് ഓതി. മുജാഹിദ് ഓതുന്ന വന്നൽ മസാജ് എല്ലാം. അപ്പൊ കായക്കൊടി മെല്ലെ ചോദിക്കുക, ഞങ്ങളായത്ത് നിങ്ങൾ എന്തിനാ ഓതുന്നത്? നിങ്ങളെ അക്കൗണ്ടിലുള്ള ആയത്തന്റെ പതിവ് അത് ഞങ്ങൾക്ക് എന്താണോ അതിൽ തർക്കം? നിങ്ങൾ പ്രാർത്ഥന എന്നുള്ള എന്തെങ്കിലും മനസ്സിലാക്കി ഞങ്ങൾ ഉത്തരവാദികളാ? അറിവ് സമാധാനത്തിന് എഴുതി വെച്ചാ പോരാ, മറിച്ചു നോക്ക്. ഇമാം റാസിയുടെ തഫ്സീറെങ്കിലും വെല്ലുവിളിക്കുന്നു. നിങ്ങളുടെ ഈ സമ്മേളനത്തിന്റെ ശേഷം പ്രാർത്ഥന എന്ന വിഷയത്തിൽ ഈ രണ്ടത്താണിയിൽ വെച്ച് ഒരു വാദപ്രതിവാദത്തിന് നിങ്ങൾ തയ്യാറുണ്ടോ മുജാഹിദേ? പരസ്യമായ സംവാദം ഞങ്ങൾ വെല്ലുവിളിക്കുന്നു. ഞങ്ങളെ ഉസ്താദുമാരാരും വരൂല, ഞങ്ങളെപ്പോലെയുള്ള ചെറിയ പ്രവർത്തകർ വരാ. ധൈര്യമുള്ള ആൺകുട്ടികൾ മുജാഹിദിലുണ്ടോ? ഇത് ഞങ്ങളെ വെല്ലുവിളിയാണ്. ധൈര്യമുണ്ടെങ്കിൽ വന്നോളൂ, ഞങ്ങളെപ്പോൾ കാണിച്ചു തരാം. നിങ്ങൾക്ക് പ്രാർത്ഥന തിരിഞ്ഞിട്ടില്ല. അതുകൊണ്ടാണ് നമ്മളെ മുജാഹിദ് ബാലുശ്ശേരി പറഞ്ഞു, നേർച്ചക്ക് കൊണ്ടുവന്ന പോത്തും മുശിരിക്കാണ്. ഇവരടിയിൽ പോത്തിനും ജീവിക്കാൻ വയ്യ. പലാത്തയാണ് ഇത്രയും മുജാഹിദിന്റെ നേതാവ്. നല്ല നേതാവ്, എടുത്തോ. ഞങ്ങൾക്ക് വേണ്ട ഈ ആദിപ്പോഴത്തൊക്കെ കൽപ്പിച്ചു കൊടുത്ത് പോത്ത് മുശിരിക്കാന്ന് പറഞ്ഞു. ബാലുശ്ശേരിക്കൊക്കെ എന്തും പറയാം. അപ്പൊ മൊയ്തീൻ ശൈഖിന്റെ പേരിൽ പോത്തിനർത്താൽ അത് ശിർക്കിന്റെ പോത്താ. അത് തിന്നാ ശിർക്കിന്റെ പോത്തർച്ചയാ തിന്നണ്. അതുകൊണ്ട് അവരെ അനുസരിച്ചാൽ നിങ്ങളും മുശ്രിക്കായി പോകുന്നതാണ് സൂറത്ത് അൻആമിലെ 121 സൂക്തത്തിൽ സർവാധിനാഥനായ റബ്ബ് പറയുന്നത്. സൂറത്തുൽ അൻആമിൽ പറഞ്ഞും ചെയ്തു ഇപ്പൊ അത് ശിർക്കിന്റെ പോത്താണ്. നല്ല തഹ്കീക്ക. നിങ്ങളൊക്കെ സമ്മേളനം നടത്തിയാൽ പിരിച്ചുവിടൂ മുജാഹിദേ, ഈ പ്രസ്ഥാനം പിരിച്ചുവിടൂ. ഒരു പ്രാർത്ഥനയുടെ നിർവചനം പോലും സമുദായത്തിന് പഠിപ്പിച്ചു കൊടുക്കാൻ കഴിയാതെ നിങ്ങളിങ്ങനെ ഉഴലാണ്. ഇത് അതാണ് സംഭവം. ശരിക്കും ഇങ്ങനെ മനസ്സിലായിക്കോ. നല്ല ചായ ഒരാൾ കുടിക്കുമ്പോ അവിടെ പോയിട്ട് ആയത്ത് ഇതാ, ഇന്നമൽ ഖംറു വൽ മൈസിറു വൽ അൻസാബു വൽ അസ്ലാമു റിജ്സും മിൻ അമലി ശൈത്താൻ. അതിനൊരു സമ്മേളനം ഇതിന് ചായ കുടിക്കുന്നവനോട് ആയത്തോതാൻ. എന്ത് എടോ, കള്ളും കഞ്ചാവും അതുപോലെ ചൂതാട്ടുമൊക്കെ പിശാചിന്റെ അമലാണ്. അപ്പൊ ഇവൻ കള്ള് അറിഞ്ഞാൽ എന്താ മനസ്സിലാക്കിയത്? എല്ലാ മധുരമുള്ള വെള്ളവും കള്ളാണ് ആ ചങ്ങാതിന്റെ വിശ്വാസം. എന്ന് പറഞ്ഞ പോലെ മനുഷ്യന്മാർക്ക് കഴിയാത്തൊക്കെ ചോദിക്കുന്നത് എന്താണ്? അതൊക്കെ പ്രാർത്ഥനയാണെന്ന് പൊട്ടന്മാര് ധരിച്ചു. എന്നിട്ട് ആയത്തോതുക. ഞങ്ങൾ പൊളിച്ച് കയ്യിൽ തരാമി വെറുതെ പറഞ്ഞതാണോ ഞങ്ങൾ? ഇനിയോ നോക്ക്, കല്ലിനെ ഞങ്ങൾ ആരാധിക്കുന്നത്രേ. ഇവിടെ പറഞ്ഞ വസ്തുതയാണ്. കല്ലിനെ വെല്ലുവിളിക്കുന്നു. കല്ലിനെ ആരാധിക്കുന്ന ഒരൊറ്റ സുന്നിയെ കൊണ്ടുവാ മുജാഹിദേ. മുജാഹിദിൽ അല്പുണ്ടാവും, ഞങ്ങളെ കൂട്ടത്തിലില്ല. മഹാനായ റസൂലുള്ളാഹി പറഞ്ഞ വാക്ക് സല്ലല്ലാഹു അലൈഹി വസല്ലം, സയകൂനു ഫീ ആഖിറിസ് സമാനി ദജ്ജാലൂന കദ്ദാബൂൻ ശഫീഉനാ മുഹമ്മദുർ റസൂലുള്ളാഹി. പച്ചക്കള്ളം. ഞാൻ ഒരൊറ്റ ഉദാഹരണം കാണിച്ചു തരാം. ഒരൊറ്റ ഉദാഹരണം നോക്കിക്കോ. നമ്മളെ പാലക്കാട് ഹൈവേയിലുണ്ടല്ലോ നാട്ടുകല്ല്, അല്ലേ? അവിടെ അതിനെക്കുറിച്ച് ബാലുശ്ശേരി നടത്തിയ പ്രസംഗം നിങ്ങൾ നോക്കി. കല്ലിനെ ആരാധിക്കുന്നവർ നമ്മുടെ സമൂഹത്തിലുണ്ട്, മരത്തെ ആരാധിക്കുന്നവർ നമ്മുടെ സമൂഹത്തിലുണ്ട്. നിങ്ങൾക്ക് നിഷേധിക്കാനാവുമോ? ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ബാപ്പ ആരാധിച്ച കല്ലിനെ എതിർത്തു. യാ അബതി ലിമ തഅബുദു മാ ലാ യസ്മഉ വലാ യുബ്സിറു വലാ യുഗ്നി അൻക ശൈആ. ഓർക്കണം, നിങ്ങൾ എന്താണ് ഈ പറയുന്നത്? ഖുർആനിലെ 19 അധ്യായം 42 വചനം. എന്റെ പ്രിയ പിതാവേ, ഈ കല്ലിൻ തുണ്ടത്തെയാണോ അങ്ങ് ആരാധിക്കുന്നത്? കേൾക്കാൻ കഴിയാത്ത, കാണാൻ കഴിയാത്ത, യാതൊരു പ്രയോജനം ചെയ്യാൻ കഴിയാത്ത കല്ലിൻ തുണ്ടത്തെ അങ്ങ് ആരാധിക്കുന്നു. നാട്ടുകല്ലിൽ, പാലക്കാട് ജില്ലയിലെ ഹൈവേയിലെ നാട്ടുകല്ലിൽ ഒരു വലിയ കല്ല് നാട്ടിവെച്ച് അതിന്റെ ചുറ്റിലും മാർബിളും ടൈൽസും ഒട്ടിച്ച് ആ കല്ലിൽ ഞങ്ങൾക്ക് ഉപകാരമുണ്ട്, ഉപദ്രവമുണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരു സൊസൈറ്റി, ആസറിന്റെ വിശ്വാസം വെച്ച് പുലർത്തുന്നവർ, ആസറിന്റെ വിശ്വാസത്തെ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം അംഗീകരിച്ചില്ല. മഹാദിഹി തമാസീലുല്ലത്തി വഅൻതുല്ലഹാ കിഫൂൻ. സൂറത്ത് അംബിയ 21 അധ്യായം 56 മുതൽ 70 വരെയുള്ള വചനം നിങ്ങൾ പഠിക്കണം, നിങ്ങൾ മനസ്സിലാക്കണം. ആയത്തുകൾ ഉദ്ധരിച്ച്, ചരിത്രങ്ങൾ ഉദ്ധരിച്ച്, പ്രവാചക വചനങ്ങൾ ഉദ്ധരിച്ചാണ് ഞങ്ങൾ പറയുന്നത്. കല്ലിനെ ആരാധിക്കുന്നു. ഞാൻ ഒന്ന് ചോദിച്ചോട്ടെ, നാട്ടുകല്ലിൽ ഈ കല്ലിനെ നാട്ടിവെച്ച് നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? ആ കല്ലിൽ കറാമത്തുണ്ട്, ആ കല്ലിൽ അവിടെ പൈസ എറിയുന്നു, അവിടെ ഒരു മനുഷ്യനില്ല പ്രിയപ്പെട്ടവരെ, ഒരു വലിയില്ല, ഒരു ഔലിയല്ല. ഏതോ ഒരു ഔലിയ വന്നിട്ട് അതിന്റെ ഇതിൽ തട്ടിയത് വളർന്നു പോകുമെന്ന് പറഞ്ഞ് അതിനൊരു കഷ്ടം ആർക്കും ഇളക്കാൻ കഴിയില്ലെന്നാ. നാട്ടുകല്ലിൽ ഒരു കഷ്ടം കല്ലിൽ നിന്ന് മുറിഞ്ഞു വീണിട്ടുണ്ട്. ഇത് ആർക്കും ഇളക്കാൻ കഴിയില്ല. ഇന്നെ ഏൽപ്പിച്ചാൽ മതി. പാറക്കുറി പണിയെടുത്ത ആളാ ഞാനാണല്ലോ നിങ്ങൾ പറയുന്നത്. ഞാൻ ഇളക്കി തരാം, നാളെ പെർമിഷൻ വാങ്ങി തന്നാൽ മതി ഡിപ്പാർട്ട്മെന്റ്. ആ കല്ല് തൂഫാനാക്കി ഒറ്റടുക്കി
നുറുക്കി തരങ്ങള്, എന്തൊരു പ്രയാസമില്ല. അന്ന് ഒരു പച്ച കല്ല് നിങ്ങൾ ആലോചിച്ചു നോക്കണോ? ആ പൂതി മനസ്സിൽ വെച്ചാൽ മതി. ഇപ്പോ മറ്റേ നാടുകാണി ചാരം പോയി പൊളിച്ചു വെച്ചു. ഉമർ മൗലവി പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, നിങ്ങൾ പൊളിച്ചോളി, മരക്കുകൾ സഹായിക്കാൻ വരും. പക്ഷെ അവിടെ സഹായിക്കാൻ വന്നത് പോലീസാ. പോലീസ് വന്ന് നോക്കുമ്പോ തൗഹീദ് വിട്ടു. അപ്പൊ ഇങ്ങനെ പൊളിക്കലൊക്കെ നിർത്തിയിട്ട് ഇങ്ങനെ ദ്വാരിക്കുന്നത് പോലെ അഭിനയിക്കാം. ആ പോലീസിന് ഇങ്ങനെ നോക്കുമ്പോ തല പോയ തെങ്കണമാതിരി തലമരൊന്നുമില്ല. അപ്പൊ പോലീസിന് മനസ്സിലായി ഇതെന്തായാലും ദ്വാരക്കാവൂല, കാരണം തല മറിച്ചിട്ടില്ല. പിടിച്ചു അല്ലേ ഉണ്ടായത്. അതൊക്കെ ഔലിയാക്കളെ കറാമത്താണ്. ഇയാൾ പറഞ്ഞു കേട്ടോ, സുഹൃത്തെ അവിടെ ഒരു ഖബറില്ല, ഒരു ഔലിയയില്ല, ആരുമില്ല. നിങ്ങളൊന്ന് ഇറങ്ങി നോക്കണ്ടേ അവിടെ മഹാനായ വലിയന്റെ ഖബറുണ്ട്. ആ കല്ലിലൂടെ അവിടുത്തെ കറാമത്ത് വെളിവായി എന്ന് മാത്രം. കല്ലുണ്ടെങ്കിലും ഇല്ലെങ്കിലും ഞങ്ങൾ പോകും. എന്തുകൊണ്ട്? ഞങ്ങളുടെ നേതാവ് സയ്യിദ് അലവിൽ മൻഫുറമി അവിടുന്ന് പോയതാണ്. എന്താ മൗലവി, ഒരു കാര്യം ഇബാദത്താകണമെങ്കിൽ മനസ്സാണ് ലക്ഷ്യം. ഈ ഒരു ചെറിയ വിദ്യ പോലും നിങ്ങൾക്കില്ല, പിന്നെ എങ്ങനെ നിങ്ങൾക്ക് അറിവ് സമാധാനം കിട്ടും? മനസ്സാണോ ഇബാദത്തിന്റെ മാനദണ്ഡം? ഒരു കല്ലിനും ഒന്നും കഴിയില്ല, ഒരു മരത്തിനും കഴിയില്ല. അന്നൽ ഖുവ്വത ലില്ലാഹി ജമീഅ, സർവ കഴിവും അല്ലാഹുവിനാണ്. ഇതാണ് ഞങ്ങളുടെ വിശ്വാസം. ഇതിൽ യാതൊരുവിധ അത് ഞാൻ നിങ്ങളെ കൊണ്ട് തന്നെ പറയിപ്പിക്കാൻ പോവാൻ. ഞാനൊരു ചിഹ്നം കാണുമ്പോൾ, ഒരു രൂപം കാണുമ്പോൾ, കൃത്യമായി പറഞ്ഞാൽ ഞാനൊരു മക്ബറ കാണുന്നു. ആ മക്ബറ കാണുമ്പോൾ എന്റെ ഹൃദയത്തിൽ പ്രത്യേകമായ ഒരു ഭയവികാരം, ഒരു പ്രത്യേകമായ തഖ്വ ഇങ്ങനെ കടന്നു വന്നു എന്ന് കരുതുക. ആ തഖ്വയുടെ പേരിൽ ഒരു ചേഷ്ടയും ഞാൻ നടത്തിയില്ല, തലകുനിച്ചില്ല, മക്ബറയിലുള്ള ആളോട് പ്രാർത്ഥിച്ചില്ല. പക്ഷേ അഭൗതികമായ ഒരു വികാരം, ആരാധനാപരമായ ഒരു ഭാവം, പ്രാർത്ഥനാഭാവം എന്റെ മനസ്സിൽ കടന്നു വന്നാൽ അതുമാത്രം മതി ഒരു കാര്യം ഇബാദത്താകാൻ. ഇതില്ലാതെ നമ്മൾ സുജൂദിൽ കിടന്നാലും ആ സുജൂദ് പാപമായേക്കും എന്നല്ലാതെ ശിർക്കാണ് എന്ന് പറയാൻ പറ്റില്ല. ഇതില്ലാതെ നമ്മൾ സുജൂദിൽ കിടന്നാലും ആ സുജൂദ് പാപമായേക്കും എന്നല്ലാതെ ആദ്യ പാപം പറഞ്ഞത് മൊത്തം തെറ്റാണ്. പക്ഷെ പിന്നെ അയാൾ പറയുന്നു, ഈ പേച്ച വിശ്വാസമില്ലാതെ സുജൂദിന്റെ രൂപത്തിൽ കിടന്നാൽ പോലും അത് ശിർക്കാണെന്ന് പറയാൻ പറ്റില്ല. ഇതൊക്കെ ഒന്ന് പഠിച്ചുവാ. ഞങ്ങളിപ്പോ എന്താ ചെയ്യുന്നത്? ഒരു വലിയന്റെ ഖബറിന്റെ സമീപത്ത് ചെല്ലും, അല്ലെങ്കിൽ അള്ളാഹു ഇഷ്ടപ്പെട്ട ഒരാളെ മുന്നിൽ ചെല്ലും. എന്നിട്ട് ഞങ്ങൾ അദ്ദേഹത്തോട്, ആ വലിയനോട് സങ്കടം പറയും. എന്തിനാ? ആ വലിയ അള്ളാഹ് കൊണ്ടാണോ? അല്ല, അള്ളാഹു ഇഷ്ടപ്പെട്ട ആളാണ്. കൊണ്ടുവരും സക്കരിയ സലാഹിയെ, ഞങ്ങൾ പഠിപ്പിച്ചു തരാ നിങ്ങൾക്ക്. നിങ്ങളുടെ 3 ദിവസത്തെ സമ്മേളനം ഞങ്ങൾ ഒരൊറ്റ ക്ലിപ്പ് കൊണ്ട് ബാത്തിലാക്കി തരാ. കൊണ്ടുവാ, സക്കരിയ സലാഹി വരട്ടെ. ചോദ്യം ഉത്തരം. ആദ്യം ചോദ്യം വെക്കും, പിന്നെ നിങ്ങൾ പറഞ്ഞല്ലോ അള്ളാഹു ഏറ്റവും അടിമകളോട് അടുത്തവനാണ്. അള്ളാഹുവിനോട് നേരിട്ട് ചോദിക്കാം. എന്തിന് പിന്നെ യാക്കൂബിന്റെ മക്കള് പിന്നെ യാക്കൂബിനെ ഇടയാളനാക്കി എന്നുള്ളതാണ് എനിക്ക് സംശയം. ഉത്തരം കേട്ടു. അള്ളാഹു ഏറ്റവും അടുത്തവനാണ്, അവനോട് തന്നെ നേരിട്ട് ചോദിച്ചുകൂടെ? പിന്നെ എന്തിനാണ് യാക്കൂബ് നബി ഇടയാളനാക്കിയത്? ഒരാൾക്ക് സ്വന്തം പ്രാർത്ഥിക്കുകയും ചെയ്യാം, പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടാൻ സാധ്യതയുണ്ട് എന്ന് തോന്നുന്നവരോട് പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെടുകയും ചെയ്യാം. യാക്കൂബ് നബിന്റെ മക്കള് യാക്കൂബ് നബിയേക്കാൾ താഴ്ന്നവരാണ്. യാക്കൂബ് നബി അള്ളാഹുവിന്റെ പ്രവാചകനും അള്ളാഹുമായി ഏറ്റവും അടുത്തവരുമാണ്. അതുകൊണ്ട് അവർ പ്രാർത്ഥിച്ചാൽ കൂടുതൽ ഉത്തരം കിട്ടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അവരോട് ആവശ്യപ്പെട്ടു. അതുകൊണ്ട് നമുക്കും അങ്ങനെ ആവശ്യപ്പെടാം. നിക്ക് അതല്ലേ ഞങ്ങൾ ഈ സമുദായത്തോട് പഠിപ്പിച്ചത് ഇത്രയും കാലം. അത് മാത്രമാണ് ഞങ്ങളും പറഞ്ഞത്. അത് നിങ്ങളും സമ്മതിച്ചു. ഇനി പറയേണ്ട തെളിവും കൂടി പറ. വേഗം പറയും, സമയമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സഹാബികൾ വന്നിട്ട് മഴയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് ആവശ്യപ്പെട്ടു. മിമ്പറിൽ വെച്ച് അല്ലാഹുവിന്റെ റസൂൽ മഴയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അങ്ങനെ മഴ പെയ്തു. അടുത്ത ആഴ്ച വന്നിട്ട് വേറൊരാൾ പറഞ്ഞു, മഴ പെയ്തിട്ട് ഞങ്ങളാകെ ബുദ്ധിമുട്ടി, അതുകൊണ്ട് നബിയെ മഴ നിൽക്കാൻ വേണ്ടി അവിടുന്ന് ദുആ ചെയ്യണം. അപ്പൊ നബി ദുആ ചെയ്തു. അപ്പൊ മഴ നിന്നു. ഇതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം? അത് പറ. മറ്റൊരാളോട് നമുക്ക് ദുആ ചെയ്യാൻ ആവശ്യപ്പെടാം. പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുമ്പോൾ നമ്മൾ വിചാരിക്കുന്ന സ്വാലിഹീങ്ങളോട് അല്ലെങ്കിൽ തഖ്വയുള്ള ആളുകളോട് നമുക്ക് ദുആ ചെയ്യാൻ ആവശ്യപ്പെടാം. അതാണ് ഈ സംഭവത്തിൽ നിന്നും നമുക്ക് പഠിക്കാനുള്ളത്. തൊട്ടിട്ടൊരു മുതലായി പോനെ. അത് ഞങ്ങളുടെ വാഴും പ്രസംഗമൊക്കെ കേൾക്കുമ്പോ നിങ്ങൾക്കും തിരിയുന്നുണ്ട്. ഇനി പിരിച്ചുവിടൂ. നിങ്ങളുടെ പ്രസ്ഥാനം നിലനിൽപ്പില്ല. ഇതിന് 3 ദിവസം മൊത്തം വെള്ളത്തിലായി. ഇനി ഒരൊറ്റ മൗലവിനെ ഇവിടെ കൊണ്ടുവരാം. ഒരു അനസ് മൗലവിനെ ഇങ്ങോട്ട്. ഇപ്പത് ജീവിച്ചിരിക്കുന്ന ആളാട്ടോ ഇപ്പൊ ചോദിച്ചു. യാക്കൂബ് നബിയോട് ജീവിതകാലത്ത് ചോദിച്ചതാ.
അതേ വഫാത്തിന് ശേഷവും നബിമാരുടെയും ഔലിയാക്കളുടെയും ഖബറിന്റെ സമീപത്ത് ചെന്നിട്ടും അല്ലാതെയും അവരെ വിളിക്കുന്നത് അത് അമ്പിയാക്കളുടെ പാതയാണ്, ഔലിയാക്കളുടെ പാതയാണെന്ന് ഈ ജനങ്ങളെ സാക്ഷി നിർത്തിയിട്ടിതാ അനസ് മൗലവിയെ കൊണ്ട് ഞങ്ങൾ പറയിപ്പിക്കാൻ പോവുകയാണ്. ശരിക്കും ശ്രദ്ധിച്ചോ, നിങ്ങൾ കാര്യമായി നിങ്ങളെ വാലിൽ പറഞ്ഞത്, നിങ്ങളെ സമ്മേളനത്തിൽ ഇവിടെ പ്രസംഗിച്ചത്, മരണപ്പെട്ടവരോട് സഹായം തേടുന്നതും മരണപ്പെട്ടവരെ വിളിക്കുന്നതും അത് ശിർക്കാണെന്നാണല്ലോ. ഓ സലഫി, ഓ ബാലുശ്ശേരിക്കാരാ, സമ്മേളനം സംഘടിപ്പിച്ച രണ്ടത്താണിയിലെ സംഘാടകരെ, നിങ്ങളോട് മുഴുവനും ഞങ്ങൾ പറയുന്നു, അമ്പിയാക്കളുടെ പാതയേതാണ്, ഔലിയാക്കളുടെ പാതയേതാണ്. നിങ്ങൾ അനസ് മൗലവിയെ കൊണ്ട് നിങ്ങൾ പറയിപ്പിക്കുന്നു. അതേ, ഇനി ഖിയാമത്ത് നാളിൽ ഒരു നേതാവ് ഇവിടെ വരാനുണ്ട്, ഒരു നബി ഇവിടെ വരാനുണ്ട്. ഇമാമായി വരുന്ന നബിയാണത്. ആരാ? ബഹുമാനപ്പെട്ട റൂഹുല്ലാഹി ഈസാ നബി അലൈഹിസ്സലാം വരും. അന്ന് സുന്നത്ത് ജമാഅത്തിന്റെ വിജയമായിരിക്കും ഇൻഷാ അല്ലാഹ്. ഈസാ നബി വരുന്ന അന്ന് വലിയ ദജ്ജാലിനെ അന്ന് തന്നെ കൊല്ലും കേട്ടോ. പിന്നെയും ചെറിയ ദജ്ജാലികൾ ഇവിടെ ബാക്കിയുണ്ടാകും. ആ ചെറിയ ദജ്ജാലികളാരാ? സയകൂനു ഫീ ആഖിരി സമാനി ദജ്ജാലൂൻ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ ചെറിയ ദജ്ജാലികളാകുന്ന സർവ്വ വഹാബികളുടെയും സർവ്വ ജമാഅത്തെ ഇസ്ലാമിക്കാരുടെയും വാദം തകർക്കുന്നു ഞങ്ങളെ നേതാവായ റൂഹുല്ലാഹി ഈസാ നബി വരുന്നു, ദജ്ജാലിനെ കൊല്ലുന്നു. തന്റെ ദൗത്യ നിർവഹണത്തിന്റെ ഇടയിലതാ നേരെ പോകുന്നു റസൂലുള്ളാന്റെ റൗദയിലേക്ക് തന്നെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ റൗദയുടെ സമീപത്ത് ചെല്ലുന്നു. നേരെ റൗദന്റെ സമീപത്ത് വരും ഞങ്ങളുടെ നേതാവ് ഈസാ നബി അലൈഹിസ്സലാം. ഈസാ നബി വന്നിട്ട് അവിടെ നിൽക്കും. ആവരി കുറച്ച് ആളുകൾക്ക് ഇവിടെ ഒരു വാദം, എന്താ മരിച്ചോനെ വിളിക്കാൻ പാടില്ല? വിളിക്കുന്നു. ജനങ്ങളെ സാക്ഷി നിർത്തിയിട്ട് യാ റസൂലല്ലാഹ്, യാ ഹബീബല്ലാഹ്, യാ മുഹമ്മദ്. ആരെയാ വിളിക്കുന്നത്? നൂറ്റാണ്ടുകൾക്ക് മുമ്പ് വഫാത്തായ മഹാനായ മുഹമ്മദ് റസൂലുള്ളാഹി. രണ്ടത്താണിയിൽ സമ്മേളനം നടത്തിയവരെ ഞങ്ങൾ വെല്ലുവിളിക്കുന്നു. റസൂലുള്ളാഹി തങ്ങളുടെ ജാറത്തിന്റെ സമീപത്ത് എന്നിട്ട് ഞങ്ങളുടെ നേതാവ് ഈസാ നബി അലൈഹിസ്സലാം വിളിക്കുകയാണ്. ഞങ്ങൾ പറയുന്നതല്ല, അനസ് മൗലവി പറഞ്ഞു കൊടുക്കൂ തെളിവ്. രണ്ടത്താണി ഒന്ന് ശുദ്ധിയാവട്ടെ. നിങ്ങളിവിടെ മലിനമാക്കിയത് ഞങ്ങളുടെ നേതാവിന്റെ തെളിവ് പറഞ്ഞ് ഈ പ്രദേശത്തെ ഒന്ന് ശുദ്ധി വരുത്തൂ. അനസ് മൗലവിയെ കൊണ്ട് തന്നെ പണിയെടുപ്പിക്കുന്നു. ഈസാ നബി അലൈഹിസ്സലാം ഖിയാമത്താൾ ഇറങ്ങി വരുന്ന രംഗത്തെക്കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്. ഈസാ നബി മരണപ്പെട്ടിട്ടില്ല, ഈസാ നബി ജീവിച്ചിരിക്കുകയാണ്. ഈസാ നബി ഖിയാമത്ത് നാളിൽ ഇറങ്ങി വരും. ദമസ്കസിൽ വള്ളമിനാരത്തിന്റെ സമീപത്ത് തലയിൽ നിന്ന് വെള്ളത്തുള്ളികൾ ഇറ്റ് വീഴുന്ന രൂപത്തിൽ മഹാനായ റൂഹുല്ലാഹി ഈസാ അലൈഹിസ്സലാത്തു വസ്സലാം ഇറങ്ങി വരുമ്പോ ഇവിടെ ദജ്ജാൽ ഉണ്ടാകും. ഞാൻ റബ്ബാണെന്ന് പറയുന്ന ദജ്ജാല് അന്ന് ഭൂമിയിലുണ്ട്. അവൻ ഭൂമിയിൽ കുഴപ്പങ്ങളുണ്ടാക്കി അത് കൃത്യമായി വിശദീകരിച്ച് പറഞ്ഞിട്ടുണ്ട്. പ്രവാചകന ദജ്ജാലിന്റെ സിഫത്തുകൾ പറഞ്ഞിട്ടുണ്ട്. അവൻ അവറാണ്, ഒറ്റക്കണ്ണനാണ്. ഒരിക്കലും റബ്ബ അവറല്ല, ഒറ്റക്കണ്ണനല്ല എന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ലോകം മുഴുവൻ ഫിത്നകൾ ഉണ്ടാക്കുന്ന ദജ്ജാല്, ആ ദജ്ജാൽ ഇറങ്ങുമ്പോ ദജ്ജാല് വധിക്കാൻ ഈസാ നബി ഇറങ്ങി വരും ദമസ്കസിൽ. സത്യമാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ഇന്നും ദമസ്കസിൽ ആ ഈസാ നബി ഇറങ്ങുമെന്ന് പറഞ്ഞ ഭാഗത്ത് ഈസാ നബിയുടെ ഭാഷ സംസാരിക്കുന്ന 15,000-ഓളം ആൾക്കാർ ഇന്ന് ജീവിച്ചിരിപ്പുണ്ട്. അറേബ്യ ഭാഷ, അറാമിക് ഭാഷ, ഈസാ നബിയുടെ ഭാഷ സംസാരിക്കുന്ന ആളുകൾ ആ നാട്ടിൽ ഇന്ന് ജീവിച്ചിരിപ്പുണ്ട്. 15,000-ഓളം ആളുകൾ. അവിടുത്തെ നഴ്സറി കുട്ടികൾ വരെ അറാമിക് ഭാഷ സംസാരിക്കും. നബി ഇറങ്ങുമെന്ന് പറഞ്ഞ സ്ഥലത്താണ് ഈസാ നബിയുടെ ഭാഷ സംസാരിക്കുന്നവരെന്നുള്ളത് ലോകത്തിൽ. ആ ഈസാ നബി ഇറങ്ങി വന്നിട്ട് ഈസാ നബി നീതിമാനായ ഭരണാധികാരിയായി വാഴും. ഈസാ നബി നീതിമാനായ ഭരണാധികാരിയാകുമെന്ന് അർത്ഥമല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിക്കാണ്. ഈസാ നബിയുടെ പേരിൽ സ്ഥാപിക്കപ്പെട്ട കുരിശുകൾ അദ്ദേഹം തകർക്കും, പന്നികളെ അദ്ദേഹം കൊല്ലും. അതുപോലെ തന്നെ പക, ജനങ്ങൾക്കിടയിലുള്ള പക നീക്കിക്കളയും. അതുപോലെ അദ്ദേഹത്തിന്റെ മുന്നിൽ സമ്പത്ത് കൊണ്ടുവന്ന് വെക്കും. പക്ഷേ ഈസാ നബി ആ സമ്പത്ത് സ്വീകരിക്കുകയില്ല.
അസുമ്മ പിന്നെ ഈസാ നബി എന്റെ കബറിന്റെ അടുക്കൽ വന്ന് യാ മുഹമ്മദ്, ഓ മുഹമ്മദ് എന്ന് വിളിച്ചാൽ ലഉജീബന്നഹു, ഞാൻ ഈസാ നബിക്ക് ഉത്തരം നൽകും. ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി ചോദിക്കട്ടെ, എമ്മസമ്മുകാരാ, ജാറത്തിൽ പോയി വിളിക്കുന്ന ഈസാ നബി മുശ്രിക്കാണോ? രണ്ടത്താണിയിൽ വെച്ചുള്ള ചോദ്യമാണ്. ഈ ജനങ്ങളതിന് സാക്ഷിയാണ്. നിങ്ങളെ സമ്മേളനത്തിൽ ഹുസൈൻ സലഫി നടത്തിയ പ്രഭാഷണം ഈസാ നബി കേട്ടിട്ടില്ലെന്നാണോ നിങ്ങൾ പറയുന്നത്? പിരിച്ചുവിട്ടോ ആ പ്രസ്ഥാനം? ഏതായാലും അന്ന് പിരിച്ചുവിടേണ്ടി വരും. നോണ പറഞ്ഞ അങ്ങനെ ഉണ്ടാവും. നോണ പറയണം. ഖുർആനിലും ഹദീസിലും ഉള്ളത് പറയണം. ഉള്ളത് പറഞ്ഞാൽ പൊളിയില്ല, ഇല്ലാത്തത് പറഞ്ഞാൽ പൊളിയും. അതാണ് ഇവിടെ പൊളിഞ്ഞു കാണുന്നത്. ഇപ്പൊ ലാസ്റ്റ് പറയാണ്, നമ്മളെ പ്രസംഗത്തിനൊന്നും ആരും പോകാൻ പാടില്ല, സുന്നി സമ്മേളനം വെച്ച ഞങ്ങളൊന്നും പോകണ്ടട്ടോ, നിങ്ങൾ മുജാഹിദീങ്ങൾ പറഞ്ഞതാണ് കേട്ടാൽ മതി. ബാലുശ്ശേരിന്റെ ഏറ്റവും പുതിയ ഉപദേശം. സുഹൃത്തുക്കളെ, സമസ്തക്കാരെ, നൗഷാദ് ഹുസൈനിയെ പോലെയുള്ള ആളുകളെ കാണുമ്പോ ഓടി അകലണം. ആ മനുഷ്യന്റെ വാക്കുകൾക്കൊന്നും നിങ്ങൾ ചെവി കൊടുക്കരുത്. ചെവി കൊടുത്താൽ സുന്നിയാകേണ്ടി വരുമെന്ന് നിങ്ങൾക്കും അറിയാം. ഇനി നിങ്ങൾക്ക് മാളത്തിലിരിക്കുകയാണല്ലേ. പക്ഷേ ഒരു കാര്യം പറയട്ടെ, കാന്തപുരത്തിന്റെയും താജുലുലമയുടെയും മക്കൾ ഇവിടെ ഉണ്ടാകുമ്പോ മാളത്തിലിരിക്കാനും നിങ്ങളെ അനുവദിക്കുകയില്ല. ഞങ്ങൾ പിടിച്ചു പുറത്തേക്കിട്ട് അറബിക്കടലിൽ നിങ്ങളുടെ ആദർശം മുക്കിക്കൊന്നിട്ടല്ലാതെ ഞങ്ങൾക്കിവിടെ വിശ്രമമില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കിക്കോ. നിങ്ങളൊരു സ്വർഗത്തിനും പോകൂല, എവിടേക്കും പോകൂല. നമ്മൾ അഹമ്മദ് മൗലവിയെ കൊണ്ടുപോവാ. ഏതായാലും ഒരു കാര്യം പറയിപ്പിക്കുകയാണ്, മുജാഹിദ് പ്രസ്ഥാനം സ്വർഗത്തിലേക്കില്ല. ഇവർക്ക് ഉറപ്പാണിതേ. മുജാഹിദിന്റെ ഔദ്യോഗികത്തിന്റെ നേതാവ് അയാൾ പറയിപ്പിക്ക്. വിഷയം തീർന്നല്ലോ. പെട്ടെന്ന് കുറച്ച് പ്രയാസമുണ്ട് സ്വർഗം കിട്ടണമെങ്കിൽ. അങ്ങനെ ഷോർട്ട് കട്ടിലൊന്നും പോകാൻ പറ്റൂല. സ്വർഗം എന്ന് പറഞ്ഞാൽ കുറച്ച് പ്രയാസം സഹിക്കേണ്ടതാണ്. നമുക്കൊക്കെ ഒരു പൂതിയുണ്ട്. ഞാനൊരു കാര്യം പറയാം. പലപ്പോഴും നമ്മളൊരു കമ്പാർട്ട്മെന്റ് വൽക്കരിച്ചിട്ടുണ്ട്. നമ്മൾ ശരിക്കും ഓരോരുത്തരും അറിയേണ്ട ഒരു സംഗതിയുണ്ട്. ഒരു കമ്പാർട്ട്മെന്റ്വൽക്കരണം എന്താണ്? സ്വർഗത്തിലേക്ക് പോകുന്ന ആളുകളെ ഒരു കമ്പാർട്ട്മെന്റിൽ നമ്മൾ ക്ലോസ് ചെയ്തിട്ടുണ്ട്. ആരൊക്കെയാണത്? നമ്മൾ കേരളത്തിൽ നിന്ന് സ്വർഗത്തിൽ പോകാൻ ചാൻസ് ഉള്ള ആരാണ്? കേരളത്തിൽ നിന്ന് സ്വർഗത്തിൽ പോകാൻ ചാൻസ് ഉള്ളത് നമ്മൾ പറയും കാന്തപുരം ഗ്രൂപ്പ് സ്വർഗത്തിൽ പോകൽ ഉറപ്പാണ്. പിന്നെ സമസ്തയുടെ രണ്ടാമത്തെ വിഭാഗമുണ്ട്, ഈ കെ വിഭാഗം സ്വർഗത്തിൽ പോകൂല ഉറപ്പാണ്. പിന്നെ സമസ്ത അന സ്വർഗത്തിൽ പോകൂല. പിന്നെ സ്വർഗത്തിൽ പോകില്ല ആര്? ദക്ഷിണ കേരള ജമിയത്തുൽ ഉലമ. പിന്നെ സ്വർഗത്തിൽ പോകൂല ആരാണ്? പിന്നെ ജമാഅത്തെ ഇസ്ലാമി. പിന്നെ സ്വർഗത്തിൽ പോകൂല ആദർശപരമായി വിഘടിച്ച് മുജാഹിദ് പ്രസ്ഥാനത്ത് നിന്ന് വിട്ടുപോയ ആളുകൾ. ഞാൻ പറയുന്നത് പലപ്പോഴും ആളുകളുടെ ധാരണ പറയണം, പോകൂല. പിന്നെ സ്വർഗത്തിൽ പോകാൻ സാധ്യതയുള്ള ആളുകൾ, സ്വർഗത്തിൽ പോകാത്തൊരു ഗ്രൂപ്പ് കൊണ്ടിട്ട് തബ്ലീഗ് ജമാഅത്ത്, പിന്നെ ഖാദിയാനി തുടങ്ങുന്ന ടീമൊന്നും സ്വർഗത്തിൽ പോല. പിന്നെ പോകാൻ സാധ്യതയുള്ള ആരാണ്? പിന്നെ എന്തുകൊണ്ട് യോഗ്യര് നമ്മൾ തന്നെയാണ്. പൂതി വെച്ചങ്ങിരിക്കുകയാണ് നമ്മൾ. അങ്ങനെ ചുളുവിലങ്ങ് പൊയ്ക്കളയാമെന്ന് ആരും വിചാരിക്കേണ്ടതില്ല. അതല്ലേ ഞങ്ങൾ പണ്ടേ മുജാഹിദാകാത്തത്. പഠിച്ചു വെച്ചോ, ഇവരെ ലക്ഷ്യമതാണത്. കൊണ്ടുവാ നമ്മുടെ ബാലുശ്ശേരിയെ. അവസാനമായി നമുക്ക് അയാളെ കൊണ്ടൊന്ന് ബുർദ പാടിപ്പിക്കാം. നിങ്ങൾ ബുർദക്കെതിരെ ഇവിടെ സംസാരിച്ചില്ലേ, മൗലിദിനെതിരെ സംസാരിച്ചില്ലേ? പക്ഷേ ഞങ്ങൾ ഉണർന്നു. എല്ലാ സ്ഥലത്തും ബുർദകളായി. ബാലുശ്ശേരിക്കാരനും അവസാനം ചൊല്ലേണ്ടി വന്നു ഇമാം ബുസൂരിയുടെ ബുർദ. ജവാബ് നമുക്ക് ചൊല്ലിക്കൊടുക്കാം. മൂപ്പര് ഫസ്റ്റ് ആയതുകൊണ്ട് തിരക്കൂടല്ല പറഞ്ഞ അവസരം തരും. ഇയാള് തൊട്ടിയിട്ട് വന്നിരിക്കുമ്പോൾ ബുർദ പാടാൻ ഇമാം ബുസൂരിയുടെ ബുർദ പാടിയവൻ മുസ്ലിക്കാണെന്ന് എഴുതി വെച്ചവർ, ഇമാം ബുസൂരിയുടെ ബുർദ ശിർക്കിന്റെ പദ്യമാണെന്ന് എഴുതി വെച്ചവർ. പക്ഷേ ഞങ്ങൾ നിങ്ങളെ കൊണ്ടും ചൊല്ലിപ്പിച്ചു ബുർദ. ഒരു വാക്കുകൂടി ഞങ്ങൾക്ക് പറയാനുണ്ട്, ചൊല്ലിക്കഴിഞ്ഞിട്ട് ഞാൻ പറയിപ്പിക്കാം. നിങ്ങളുടെ എട്ടുകാലി വലയാകുന്ന പ്രസ്ഥാനമില്ലേ, ഞങ്ങളൊന്ന് ഊതിയാൽ അത് പാറിപ്പോകാൻ മാത്രമേ നിങ്ങളുള്ളൂ എന്ന് ഈ സമ്മേളനത്തിൽ വെച്ച് ഞങ്ങൾ ഒന്നുകൂടി പറയുന്നു. ഞങ്ങളെ ഇമാം ബുസൂരിയുടെ ബുർദ ചൊല്ലൂ. വരി രീതി ശരിയാവണല്ലോ കേട്ടോ. ഫസ്റ്റാണ്, മാപ്പ് ചെയ്തോളൂ. ഇതല്ലേ ബുർദേ? മഹാനായ അഷ്റഫുൽ ഖൽഖായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ നബിയുടെ പ്രത്യേകത എന്താ? അമ്പിയാക്കളുടെ നേതാവാണ് അദ്ദേഹം.
ലോക മുസ്ലിമീങ്ങളുടെ നേതാവാണ്. ബൂസീരിയുടെ 2 വരി കവിതകൾ, അദ്ദേഹം അവസാനിപ്പിക്കും പറയുന്ന 2 വരി കവിതകളുണ്ടല്ലോ, അത് നമുക്ക് സ്വീകാര്യമാണ്. ഇമാം ബൂസീരി പറയുകയാണ്, ഫമബ്ലഉൽ ഇൽമി ഫീഹി അന്നഹു ബശറുൻ വഅന്നഹു ഖൈറു ഖൽഖില്ലാഹി കുല്ലിഹിം. ഫമബ്ലഉൽ ഇൽമി ഫീഹി അന്നഹു ബശറുൻ വഅന്നഹു ഖൈറു ഖൽഖില്ലാഹി കുല്ലിഹിം. മൗലായ സല്ലി വസല്ലിം ദായിമൻ അബദാ അലാ ഹബീബിക ഖൈറിൽ ഖൽഖി കുല്ലിഹിം. ഇൻഷാ അല്ലാഹ് ഞങ്ങൾ തിരുമയോടെ പ്രവർത്തിക്കട്ടെ. താജുൽ ഉലമാ ബഹുമാനപ്പെട്ട ഉള്ളാൾ തങ്ങൾ ഞങ്ങൾക്ക് നേതൃത്വം നൽകട്ടെ. അല്ലാഹ് ദീർഘായുസ് കൊടുക്കട്ടെ. കാന്തപുരം ഉസ്താദും സുലൈമാൻ ഉസ്താദുമൊക്കെ ഞങ്ങളെ നയിക്കട്ടെ. SSFM SYS ഒക്കെ ഇനിയും മുന്നേറട്ടെ. ഇൻഷാ അല്ലാഹ് സാക്ഷാൽ കുതുബിയത്തും നിങ്ങളെ കൊണ്ട് ഞങ്ങൾ ചൊല്ലിപ്പിക്കും കേട്ടോ. അത് ചൊല്ലിപ്പിച്ചിട്ടേ ഞങ്ങൾ അടങ്ങൂ. ഇൻഷാ അല്ലാഹ് വരുന്ന ഭാവിയിൽ അതും പ്രതീക്ഷിച്ചോ. ബാക്കി നമുക്കപ്പോൾ പറയാം. അല്ലാഹു നമ്മളെ വിജയിപ്പിക്കുമാറാകട്ടെ. വേണ്ടി വന്നാൽ നമുക്ക് പിന്നെ ബാക്കി ഭാഗം പറയാം. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. റഹ്മാനായ രാജസയ്യിദായ തമ്പുരാനെ, ഞങ്ങളെ ഈമാൻ ശക്തിപ്പെടുത്തണം റഹ്മാനെ. ഞങ്ങളെ ഈമാൻ ശക്തിപ്പെടുത്തണം റഹ്മാനെ. സുന്നത്തി ജമാഅത്തിന് ഇസ്സത്ത് നൽകണം റഹ്മാനെ. അതിന്റെ പ്രവർത്തകന്മാർക്ക് ഇസ്സത്ത് നൽകണം റഹ്മാനെ. അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ അഖീദയിൽ ജീവിച്ച് അതിലായി ഞങ്ങളെ മരിപ്പിക്കണം റഹ്മാനെ.